Good morning, everyone. Welcome to Attendant for Malayalam channel. This is Rintu Sebastian, and welcome to our Hindu editorial analysis of 17th November 2022. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമുക്ക് തുടങ്ങാം നമ്മുടെ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിളിലെ വൊക്കാബുലറി ഏതൊക്കെയാ നോക്കാം. ആൻഡ് നമുക്ക് റീഡിംഗ് എബിലിറ്റി, നമ്മുടെ ജനറൽ അവയർനെസ്, അതുപോലെ നമ്മുടെ വൊക്കാബുലറി, അതേപോലെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് നിങ്ങളുടെ എന്താ കോംപ്രിഹെൻസീവ് സ്കിൽസ് ഒക്കെ നമുക്കൊന്ന് കൂട്ടാം. ആൻഡ് ഓഫ് കോഴ്സ് ഇത് നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന സെഷനാണ്. എല്ലാ ദിവസവും 8:30 മണി മുതൽ 9:30 വരെയുള്ള സെഷനാണ് നമുക്ക് ഡെയിലി ഉള്ള സെഷൻ, മൺഡേ ടു സാറ്റർഡേസ്. അപ്പോൾ എല്ലാ എക്സാമിന് പഠിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള സെഷനാണ്. അതുപോലെ സെൽഫ് ഇംപ്രൂവ്മെന്റ് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു സെഷനാണ്. അപ്പോൾ നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആർട്ടിക്കിൾ ഏതാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം അല്ലേ. അപ്പോൾ എല്ലാവരും ലൈവിൽ പയ്യെ ജോയിൻ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുകയാണ്. കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞിട്ടില്ല അല്ലേ, ഞാനതിപ്പോൾ ശ്രദ്ധിച്ചത് ഇപ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ താമസിപ്പിക്കാതെ പയ്യെ ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്തോട്ടെ. ഇന്ന് 2 ആർട്ടിക്കിളാണ് കേട്ടോ ഉള്ളത്, ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുന്ന 2 ആർട്ടിക്കിൾ. ഒന്ന് ബൈഡൻ ഷിൻപിങ്ങിൻ്റെയും കൂടെ ഒരു മീറ്റിങ്ങിനെ പറ്റി, അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നു. അപ്പോൾ അമേരിക്കൻ ചൈന തമ്മിലുള്ള ബൈലാറ്ററൽ ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us. അപ്പോൾ നമ്മൾ അല്ലാതെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം, ഓഫ് കോഴ്സ് എന്താണ് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അല്ലാതെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. നമുക്കറിയാം G20 സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു സമ്മിറ്റ് നടന്ന സമയത്ത് ഇനിയുള്ള കാര്യങ്ങളെ പറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റി, കൺട്രീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ഒരു വലിയ ഒരു മീറ്റിംഗ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹോസ്റ്റ് ചെയ്യാൻ ഇന്ത്യയാണ് ഇനി ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഇന്ത്യയുടെ മുമ്പിലുള്ള വാട്ട് ആർ ദ ത്രെറ്റുകൾ എന്തൊക്കെയാണ്, ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഇനി അതിനെപ്പറ്റിയുള്ള ജനറൽ അവയർനെസ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയുടെ മുമ്പിലുള്ള ചാലഞ്ചസും ആൻഡ് വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ദാറ്റ് ഇന്ത്യ ഹാവ് എന്നുള്ളതും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അപ്പോൾ നമുക്ക് അത് വെച്ച് നോക്കാം. ആദ്യം നമ്മുടെ വൊക്കാബുലറി, വൺ വേർഡ്സ്, ഇഡിയംസ് ഒക്കെ നോക്കി നമുക്ക് പോവാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സിലോട്ടൊക്കെ പോകാം. എന്നിട്ട് സ്പോട്ട് ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നു, സ്പോട്ട് ദ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അങ്ങനെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് പീപ്പിൾ. അപ്പോൾ താമസിപ്പിക്കുന്നില്ല, നേരെ പോകാം നമ്മുടെ quoteലോട്ട്. So this is a quote for today. Helping one person might not change the world, but it could change the world of one person. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു മനുഷ്യനെ ഇപ്പൊ നമ്മൾ രക്ഷിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്തു, സഹായിച്ചു വെച്ചാൽ എന്താ മാറ്റം, ലോകം മൊത്തം മാറുമൊന്നുമില്ലേ. അതുപോലെ തന്നെ പറയില്ലേ, ഞാനിപ്പോ മാറി എന്ന് വിചാരിച്ചു ലോകം മാറുമൊന്നുമില്ലല്ലോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ. അപ്പം കാര്യം വെച്ചാൽ മാറ്റം വരണമെങ്കിൽ ദാറ്റ് ചേഞ്ച് മസ്റ്റ് ഹാപ്പൻ വിത്തിൻ യു അല്ലേ. ഞാൻ മാറ്റം വരണമെന്ന് ഞാൻ തീരുമാനിച്ച, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ആണ് എന്നെ ചേഞ്ചിലോട്ട് നയിക്കുന്നത് അല്ലെ, ഇമ്പ്രൂവ്മെന്റിലോട്ട് നയിക്കുന്നത്. അതുപോലെ ഒരു മനുഷ്യനെ നമ്മൾ ഹെൽപ്പ് ചെയ്താൽ ആ ഒരു മനുഷ്യന്റെ ലോകത്തിൽ ചേഞ്ച് വരും. അയാളുടെ ചുറ്റുമുള്ള ആൾക്ക്, അയാളുടെ ഫാമിലിയിൽ ആ ഒരു ചേഞ്ച് അനുഭവപ്പെടും. അങ്ങനെ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ വേറൊരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് സ്പ്രെഡ്സ് അല്ലെ. അത് സ്പ്രെഡ് ചെയ്യുന്നൊരു കാര്യമാണ്. ഹെൽപ്പ് എന്ന് പറയുന്ന സാധനം സ്പ്രെഡ് ചെയ്യുന്നൊരു കാര്യമാണ്. മാത്രമല്ല ആ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ചാൽ പലതുള്ളി പെരുവെള്ളം എന്ന് നമ്മൾ പറയില്ലേ, ഓരോ ചെറിയ കാര്യങ്ങളാണ് എപ്പോഴും വലിയ കാര്യങ്ങളായി മാറുന്നത്. അപ്പോൾ ഒരാളെ നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ, ഒരു ദിവസം ഒരാൾക്കൊരു ഹെൽപ്പ്, അത് എന്തും ആയിക്കോട്ടെ, ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഫിനാൻഷ്യൽ ഹെൽപ്പ് ആണ് നിർബന്ധമൊന്നുമില്ല, എന്ത് തരത്തിലും ആകാം. നമുക്ക് ഒരു ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ ആ ഒരു വേൾഡാണ് നമ്മൾ ചേഞ്ച്, അയാളുടെ ലോകമാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. സോ റിമെമ്പർ ദാറ്റ് കേട്ടോ. പലപ്പോഴും നമ്മൾ പല രീതിയിൽ ഇതിനെ നിർവചിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഡെഫിനിഷൻ ഓഫ് ഹെൽപ്പ് ഈസ് ഡിഫറെന്റ്. കാര്യം ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ട് ഇപ്പം ലോകം മാറുമൊന്നുമില്ലല്ലോ എന്ന ചിന്താഗതി വരുമ്പോൾ ആണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പൊ ചിന്തിച്ചു നോക്കാം, ഒരാളുടെ ലോകം മാറുമല്ലോ, അത് മാത്രം മതി. അപ്പൊ ഇന്ന് അതായിരിക്കണം യുവർ തോട്ട് പ്രോസസ് കേട്ടോ. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് പീപ്പിൾ. നമ്മുടെ അഡാ 24/7 മലയാളം ചാനലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ആപ്പ് ഉണ്ട്, അഡാ 24/7 ആപ്പ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാത്തൊരു വേഗം പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോവുക, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളോട് ചോദിക്കും വിച്ച് എക്സാം ആർ യു പ്രിപ്പയറിംഗ് ഫോർ. അപ്പൊ നിങ്ങൾ കൊടുക്കുക സ്റ്റേറ്റ് എക്സാംസ്, അതിൽ കേരള എക്സാംസ് കൊടുക്കുക. കാര്യം കേരളത്തിലുള്ള മലയാളം ക്ലാസ്സുകൾ, മലയാളമായിട്ടുള്ള നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഡെയിലി ക്വിസസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഗോ വിത്ത് കേരള കേട്ടോ. അതുകൊണ്ടാണ് കേരള എക്സാംസ് കൊടുക്കുക. അതിൽ ഡെയിലി ക്വിസസ് കിട്ടും, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ കിട്ടും. ഈ ക്വിസസ് സബ്ജക്ട് വൈസ് ആയിട്ടും എക്സാം വൈസ് ആയിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ കറണ്ട് അഫയേഴ്സിന്റെ ബുള്ളറ്റിൻ പോയിന്റ്സ്, ജോബ് അലേർട്സ്, നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും. പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ഫ്രീ കണ്ടന്റ് ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുക.
കേട്ടോ. അപ്പോൾ ഏതാണോ എക്സാം വരെ ചാടിക്കയറിയതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ആൻഡ് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന അഡാ 24/7 മലയാളം ചാനൽ ഞാൻ ഒരിക്കൽ കൂടി പറയണം, നമ്മുടെ ചാനലിന്റെ പ്രത്യേകത എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. SSC ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, കോർട്ട് എക്സാംസ് ആയിക്കോട്ടെ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ DRDO എക്സാം വരുന്നു, സെൻട്രൽ എക്സാംസ്, സ്റ്റേറ്റ് എക്സാംസ്, കേരള എക്സാം, സ്റ്റേറ്റ് എക്സാംസ് അല്ലെ KPSC എക്സാംസ്, കേരള PSC എക്സാംസ്, KS എല്ലാം ഇവിടെ കിട്ടും. എക്സാം അനാലിസിസ്, PYQ സെഷൻസ്, മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ കറണ്ട് അഫയർ സെഷൻ, എഡിറ്റോറിയൽ സെഷൻ, എല്ലാ സബ്ജക്റ്റുകളുടെയും ഫ്രീ കണ്ടന്റ് ഇവിടെ കിട്ടും. നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്ത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. ഉഴപ്പരുത് ഇൻ ബിറ്റ്വീൻ കേട്ടോ. ഇഫ് യു ആർ ടയേർഡ് ടേക്ക് എ ബ്രേക്ക് ആൻഡ് കം ബാക്ക്. വീണ്ടും വരണം തിരിച്ച്, അല്ലാതെ അവിടെ ഇട്ടിട്ട് പോയേക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം നമ്മുടെ ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിളിലെ വൊക്കാബുലറിയിലോട്ട് പോട്ടോ. എല്ലാവരും ഉഷാറാണല്ലോ അല്ലേ? ഉഷാറാണല്ലോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? ഉഷാറിന് കുറവൊന്നുമില്ലല്ലോ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി എന്ന് കേട്ടാൽ മതി, സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് താമസിപ്പിക്കേണ്ട, നമുക്ക് പോകാം ടു അവർ ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ് ആൻഡ് ഇഡിയംസ്. ഇതാ പിടിച്ചോ ആദ്യത്തെ വൺ വേർഡ്. ഇന്നലെ ഞാൻ നമ്മുടെ SSC GDയുടെ ഒരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ സെഗ്മെന്റ് ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ അത് ചെയ്തപ്പോൾ നമ്മുടെ ഒരു ഫിലോസഫിയെ പറ്റി, ഒരു ഐഡിയോളജിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഹൂ ഇസ് എ പ്രാഗ്മാറ്റിസ്റ്റ് അല്ലെങ്കിൽ ക്യുഹോത്തിക് അല്ലെങ്കിൽ ഐഡിയോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വൺ വേർഡ് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം അതിൽ വന്ന ഒരു വാക്കാണ് പ്രാഗ്മാറ്റിസ്റ്റ്. പ്രാഗ്മാറ്റിസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രാഗ്മാറ്റിസം ആ ഐഡിയോളജിക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഫിലോസഫിക്ക് പറയുന്ന പേരാണ്. സോ പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ വേ ഓഫ് ഡീലിംഗ് വിത്ത്, പ്രാക്ടിക്കൽ വേ ഓഫ് ഡീലിംഗ് വിത്ത് സംതിങ്. വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ഒരു കാര്യത്തിനെ, ഒരു കാര്യം നമ്മുടെ മുമ്പിൽ ഒരു കാര്യം കിട്ടണം, എന്തൊരു ഒരു പരിപാടി, നമ്മൾ ഒരു പ്രശ്നം, ഇഫ് ഇറ്റ്സ് എ പ്രോബ്ലം യു ആർ സോൾവിങ് ഇറ്റ് ഇൻ എ പ്രാക്ടിക്കൽ വേ. എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഇഷ്യൂ എന്തെങ്കിലും വന്നാൽ അതിനെ വളരെ പ്രാക്ടിക്കൽ ആയിട്ട്, വളരെ ലോജിക്കൽ ആയിട്ട്, വളരെ സെൻസിബിൾ ആയിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രക്രിയക്ക് നമ്മൾ പറഞ്ഞു വരുന്നത് പ്രാഗ്മാറ്റിസം അല്ലെ. നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം വരികയാണ്, ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ യു ആർ ഡീലിംഗ് ഇറ്റ് വിത്ത് എ പ്രാക്ടിക്കൽ സൊല്യൂഷൻ, പ്രാക്ടിക്കൽ വേയിൽ അതിനെ നിങ്ങൾ ഡീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം പ്രാഗ്മാറ്റിസം എന്ന് പറയാം കേട്ടോ. അതാണ് പ്രാഗ്മാറ്റിസം. അപ്പോൾ പ്രാഗ്മാറ്റിസം കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനെ നമ്മൾ വിളിക്കും പ്രാഗ്മാറ്റിസ്റ്റ് എന്ന്. ദാറ്റ്സ് ഇറ്റ്. ഇസ്റ്റുകൾ എല്ലാം പേഴ്സണെ പറയുന്നതാണ് കേട്ടോ, ഓർത്തണം. അടുത്തത് ഇസ് ഫ്രേസ് ഇൻ ലൈൻ വിത്ത്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് ഇൻ ലൈൻ വിത്ത്. ലൈന് ചേർന്ന് പോലെ, ഇൻ ലൈൻ വിത്ത് സംതിങ് മീൻസ് ഓൺ ദ സെയിം പേജ് അല്ലെ. ഇഡിയം പറയും ഓൺ ദ സെയിം പേജ്. ഇൻ അലൈൻമെന്റ് വിത്ത് അല്ലെ, ഇൻ അക്കോർഡൻസ് വിത്ത്, ഇതുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു കാര്യം അല്ലെ, ഒരു കാര്യത്തോട് ചേർന്ന് പോകുന്ന, അതാണ് ഇൻ ലൈൻ വിത്ത് അല്ലെ. ഇൻ അലൈൻമെന്റ് വിത്ത് അല്ലെങ്കിൽ ഇൻ അക്കോർഡൻസ് വിത്ത് എന്ന് നമുക്ക് പറയാം. കേട്ട് പരിചയമുണ്ടല്ലോ. അടുത്ത ഹാൻഡ് ഗെയ്വൽ. ഗെയ്വൽ എന്താണെന്ന് അറിയാമോ? ആദ്യമേ ഗെയ്വൽ പറയാം. ഈ ഗെയ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ എന്ന് പറഞ്ഞ നമ്മുടെ കോർട്ടില് ഒരു ഇതില്ലേ, എന്താ ഒരു പേര് പറഞ്ഞ, ചുറ്റികയോ എന്താ അതിന് പറയുന്നത്, ചുറ്റിക എന്നല്ല പറയാ, അങ്ങനെ ഞാൻ തോന്നുന്നു. മറ്റേ ഹാമർ, ആ ഹാമർ എടുത്തിട്ട്, വുഡൻ ഹാമർ ആണ്, വലിയ ഹാമർ അല്ല, വുഡൻ ഹാമർ എടുത്തിട്ട് നമ്മുടെ കോർട്ടില് ജഡ്ജ് അടിക്കില്ലേ, ഒച്ച ബഹളം വരുമ്പോഴേക്കും ഓർഡർ എന്ന് പറഞ്ഞ് അടിക്കുന്ന സാധനമില്ല, അതിനാണ് ഗേവൽ എന്ന് പറയാം. സോ ഹാൻഡ് ഗേവൽ എന്ന് പറഞ്ഞാൽ ഈ ഗേവൽ എടുത്ത് വേറെ ആൾ കൊടുക്കുക. ജഡ്ജിന്റെ കയ്യിലാണ് ചുറ്റുക, ദാറ്റ് മീൻസ് പവർ ഇസ് വിത്ത് ഹിം, അങ്ങയുടെ കയ്യിലാണ് പവർ. അപ്പൊ അത് ജഡ്ജ് ഒരാൾക്ക് കൊടുത്ത എന്നിരിക്കും ഹാൻഡ് സംതിങ് അല്ലെ, ഹാൻഡ് ഓവർ സംതിങ് ഓർ ഹാൻഡ് സംതിങ് ടു സംബഡി എന്ന് പറഞ്ഞത് ഗിവ് ദ പവർ ടു സംവൺ അല്ലെ. ആ ഗിവ് ദ പവർ ടു സംബഡി ഇൻ ആൻ ഓഫീസ്, ഇപ്പൊ ഒരു വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള് ആ പവർ വേറെ ആൾക്ക് കൊടുക്കുന്നതിനാണ് ഹാൻഡ് ദ ഗേവൽ ഓർ ഗിവ് ദ പവർ ടു സംബഡി എന്നർത്ഥം വരുന്ന സാധനം. ഓക്കെ, ഹാൻഡ് ഓവർ ദ ഗേവൽ എന്ന് പറയാം, ഹാൻഡ് ദ ഗേവൽ എന്ന് പറയാം. യു വിൽ സീ ദാറ്റ്. അതാണ് ഈ ഇഡിയം ട്ടോ, ഹാൻഡ് ദ ഗേവൽ. ഓർത്താമത് ഗേവൽ വുഡൻ ഹാമറിന് പറയുന്ന പേരാണ്. അടുത്തത് ടേക്ക് ഓവർ. അറിയാലോ ടേക്ക് ഓവർ. ടേക്ക് ഓവർ ദ കിങ്ഡം അല്ലെ, ടേക്ക് ഓവർ ദ ചെയർ, ടേക്ക് ഓവർ ദ പൊസിഷൻ, ടേക്ക് ഓവർ ദ റോൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ് മീൻസ് ടേക്ക് ഓവർ ചെയ്യാന്ന് പറഞ്ഞാൽ അസ്യൂം ദ കൺട്രോൾ ഓഫ്, നമ്മളാണ് ആ പവർ ഏറ്റെടുക്കുകയാണ്, തിരിച്ചെടുക്കണം, ആ കൺട്രോളിങ് പിടിച്ചെടുക്കുകയാണ്. അതിനാണ് ടേക്ക് ഓവർ ചെയ്യാന്ന് പറയാം അല്ലെ. രാജ്യമൊക്കെ ടേക്ക് ഓവർ ചെയ്യാൻ നമ്മൾ പറയാറുണ്ട് അല്ലെ. രാജ്യം ഒക്കെ ടേക്ക് ഓവർ ചെയ്യുക, കൺട്രോള് തിരിച്ചു പിടിക്കുക, അതിന്റെ കൺട്രോൾ തിരിച്ചു പിടിച്ചെടുക്കുന്നതിന് നമ്മൾ പറയാറുണ്ട് ടേക്ക് ഓവർ ചെയ്യാന്ന് പറയാറുണ്ട് അല്ലെ. ഓക്കെ, ടേക്ക് ഓവർ ദ പവർ, ടേക്ക് ഓവർ എല്ലാം പറയാം, ഒരുപാട് യൂസേജ് ഉള്ളതാണ്, വളരെ കോമൺ ആയിട്ട് എക്സ്പ്രഷനാണ് ടേക്ക് ഓവർ. പിന്നെ കേട്ട് പരിചയമുള്ളതായിരിക്കുമല്ലോ അറ്റ് ദ ഹെൽം. ഹെൽം എന്ന് പറഞ്ഞാൽ തന്നെ ലീഡർഷിപ്പ് എന്നാണ്. അപ്പോ ഹെൽംസ്മെൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്യാപ്റ്റൻ നമ്മൾ പറയില്ലേ, ക്യാപ്റ്റനെയാണ് ഹെൽംസ്മെൻ എന്ന് പറയാം. അപ്പോൾ അറ്റ് ദ ഹെൽം എന്ന് പറഞ്ഞാൽ ലിറ്ററലി നമ്മൾ ഹെൽം എന്നൊക്കെ പറയുന്നത് ഷിപ്പിലാണ് കേട്ടോ. ഷിപ്പില് നമ്മുടെ എന്താണ്, ഷിപ്പിലെ ക്യാപ്റ്റൻസിക്കാണ് ഹെൽംസ്മാൻഷിപ്പ് എന്ന് പറയും അല്ലെ. ഹെൽം എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ആണ്. സോ അറ്റ് ദ ഹെൽം എന്ന് പറഞ്ഞാൽ ഇൻ ചാർജ് ഓഫ് അല്ലെങ്കിൽ ഇൻ ലീഡേഴ്സ് പൊസിഷൻ, ലീഡറിന്റെ പൊസിഷനിലുള്ളത് അല്ലെങ്കിൽ ഇൻ ചാർജ് ഓഫ്, ആരാണ് ഇതിന്റെ ചാർജ്, അപ്പോൾ ഐ എം ഇൻ ചാർജ് ഓഫ് ഇറ്റ്, ഹീസ് അറ്റ് ദ ഹെൽം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ നമ്മൾ ഡിപ്പാർട്ട്മെന്റിലെ ഹീസ് അറ്റ് ദ ഹെൽം ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നേക്കാം. സോ ദാറ്റ് ഈസ് അറ്റ് ദ ഹെൽം, ഓർത്ത് വെച്ചോണം. അറ്റ്
the helm എന്നുള്ളത്. വളരെ കോമൺ എക്സ്പ്രഷൻ ആണ്, അതൊന്ന് മൈൻഡിൽ ഉണ്ടായിരിക്കണം. അടുത്ത ഓൺ ബോർഡ്. കഴിഞ്ഞ ദിവസം എനിക്കറിയത്തില്ല, മിനിഞ്ഞാന്നാണെന്നാണ് എൻ്റെ വിശ്വാസം, നമ്മൾ ഓൺ ബോർഡ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഓൺ ബോർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഓൺ ബോർഡ് ചെയ്യാന്ന് പറയുമ്പം ലിറ്ററലി അതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ. നമ്മൾ ഷിപ്പിലോ അല്ലെങ്കിൽ ഒരു എന്താ ഏതെങ്കിലും എയർക്രാഫ്റ്റിലോ ഏതെങ്കിലും ക്രാഫ്റ്റിൽ ലൈക്ക് ഷിപ്പില് അല്ലെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ കയറുന്നതിന് ഓൺ ബോർഡ് ചെയ്യാന്ന് പറയും. അല്ലാതെ ഓൺ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ആസ് എ പാർട്ട് ഓഫ് എ ടീം ഓർ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിന്റെയോ ടീമിന്റെയോ പാർട്ടായി ചേരുക, അതിനാണ് ഓൺ ബോർഡ്. വെൻ വിൽ യു ബി ഓൺ ബോർഡ്? എന്നാ നീ ഓൺ ബോർഡ് ആവുക? ഇപ്പോഴും അതൊരു മൾട്ടിനാഷണൽ കമ്പനീസിലും ഒക്കെ പറയാറുണ്ട്, ഹിൽ ബി ഓൺ ബോർഡ് ടുമോറോ. നാളെ അവൻ ടീമിലോട്ട് ചേരും എന്ന് കേട്ടിട്ടുണ്ടോ? ദ ന്യൂ മാനേജർ വിൽ ബി ഓൺ ബോർഡ് നെക്സ്റ്റ് മൺഡേ. അടുത്ത മൺഡേ പുള്ളിക്കാരൻ ടീമിലോട്ട് ചേരും എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? സോ ആസ് പാർട്ട് ഓഫ് എ ടീം ഓർ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലോട്ട് ചേരുക അല്ലെ, ബി എ പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആസ് എ പാർട്ട് ഓഫ് എ ടീം, അതിനെ നമുക്ക് ഓൺ ബോർഡ് പറയാം. ഓർത്തോണേ, ഓൺ ബോർഡ് എന്നുള്ളത്. അടുത്തത് ഇൻ ദ വേക്ക് ഓഫ്. കേട്ടിട്ടുണ്ടായിരിക്കും, ഇൻ ദ വേക്ക് ഓഫ് ഫ്ലഡ് അല്ലെ, ഇൻ ദ വേക്ക് ഓഫ് ഫ്ലഡ്. ഫ്ലഡിന്റെ ഒക്കെ ആഫ്റ്റർ മാത്ത് ആയിട്ട് അല്ലെ, ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ ആസ് എ റിസൾട്ട് ഓഫ്. കേട്ട് പരിചയം ഉണ്ടാവുമായിരിക്കും അല്ലെ, കേട്ട് പരിചയമുള്ളതല്ലേ? ഇൻ ദ വേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ആസ് എ റിസൾട്ട് ഓഫ്, ആഫ്റ്റർ മാത്ത് ഓഫ് എന്നൊക്കെ പറയല്ലേ, ആസ് എ റിസൾട്ട് ഓഫ്, ബിക്കോസ് ഓഫ്. ഇത് കാരണത്താൽ, എന്തോ ഒരെണ്ണം കാരണത്താൽ എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഇൻ ദ വേക്ക് ഓഫ് സംതിങ്. ഇൻ ദ വേക്ക് ഓഫ് എന്നത് ഇഡിയമാണ്, ഇറ്റ്സ് എൻ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ. ഓർത്തോളം, ഇൻ ദ വേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ആസ് എ റിസൾട്ട് ഓഫ് അല്ലെങ്കിൽ ബിക്കോസ് ഓഫ്, അതാണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കി, ഹോളോ ഔട്ട്. ഹോളോ ഔട്ട് ചെയ്യുന്ന, ഹോളോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പറഞ്ഞില്ലേ, പൊള്ളയായിട്ടുള്ളത്, അതാണ് ഹോളോ. പൊള്ള എന്ന് പറഞ്ഞാണ് ഹോളോന്റെ അർത്ഥം. അപ്പൊ ഹോളോ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ റിമൂവ് ദ ഇൻസൈഡ് ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പൊള്ളയാക്കുക, അതിനെയാണ് ഹോളോ ഔട്ട് ചെയ്യാന്ന് പറയാം. സോ ഹോളോ ഔട്ട് ചെയ്യുക ഇസ് റിമൂവ് ദ ഇൻസൈഡ് ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം, നമ്മുടെ മുമ്പിലുള്ള എന്തെങ്കിലും ഒരു വസ്തുവോ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെയോ ഉള്ളില് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം, അതിനെയാണ് പറയാം ഹോളോ ഔട്ട്. ഓക്കെ. അടുത്ത് ഗോ അഹെഡ്. യാ, യു ക്യാൻ ഗോ അഹെഡ്. അപ്പൊക്കോളൂ, ചില കാര്യങ്ങൾ നടക്കട്ടെ. പ്രൊസീഡ്, ദാറ്റ് ഈസ് ഗോ അഹെഡ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബ് ആണ് ഗോ അഹെഡ്, പ്രൊസീഡ്. അടുത്ത ടേൺ ഔട്ട്. ടേൺ ഔട്ട് കഴിഞ്ഞ ദിവസം പ്ലസ് ടു പ്രിലിംസിലാണോ ഡിഗ്രി പ്രിലിംസിലാണോ എന്ന് എനിക്കറിയത്തില്ല, വന്നിരുന്നു, ഇത്തവണത്തേൽ വന്നിരുന്നു ടേൺ ഔട്ട് എന്ന്. ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു പ്രൂവ് ടു ബി ദ കേസ് അല്ലെ, പ്രൂവ് ടു ബി, ഇങ്ങനെ ആയി തീരുക, ഇങ്ങനെ ആയി മാറുക എന്നുള്ള അർത്ഥമല്ലേ ടേൺ ഔട്ട്. ബി ദ റിസൾട്ട് ഓഫ് സംതിങ് എന്നുള്ള അർത്ഥമാണ് ടേൺ ഔട്ട്. ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് ഹി വാസ് റോങ് എന്ന് കേട്ടിട്ടില്ലേ? സെന്റൻസ് വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് ഹി വാസ് റോങ്. അപ്പൊ അവസാനം അത് തെളിയിക്കപ്പെട്ടു പറഞ്ഞത് തെറ്റാന്നുള്ളത്. അല്ലെങ്കിൽ ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് ഹി വാസ് എ ഗ്രേറ്റ് പേഴ്സൺ, ഓർ ഇറ്റ് ടേൺസ് ഔട്ട്, അവസാനം ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ശേഷം അതിന്റെ റിസൾട്ട് ആയിട്ട് വരിക എന്നുള്ളതാണ് അല്ലെ. ഇറ്റ് അല്ലെങ്കിൽ ദ പ്രോഗ്രാം ടേൺസ് ഔട്ട് ടു ബി, ഞാൻ എപ്പോഴും പറയും ദ പ്രോഗ്രാം ടേൺസ് ഔട്ട് ടു ബി ഗുഡ് ഓർ വെൽ അല്ലെ. ദ പ്രോഗ്രാം ടേൺസ് ഔട്ട് ടു ബി ബാഡ്, ഓ ഒന്നും പറയണ്ട, ഹിസ് ബിഹേവിയർ ടേൺസ് ഔട്ട് ടു ബി ബാഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അവസാനം റിസൾട്ട് ആയി മാറുക, കാരണമായി റിസൾട്ട് ആയി മാറുക, പ്രൂവ് ടു ബി ദ കേസ് എന്ന രീതിയിലാണ് അതിന്റെ അർത്ഥം. പ്രൂവ് ടു ബി, അതാണ് ടേൺ ഔട്ട് എന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം. വളരെ കോമൺ എക്സ്പ്രഷൻ ആണ് ഇതൊക്കെ. ഇതിൽ ആകെപ്പാട് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തുള്ളതെന്ന് വെച്ചാൽ ആകെ ഹാൻഡ് ഗേവലുള്ളൂ. ബാക്കി എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കുകൾ തന്നെയാണ്, പ്രാഗ്മാറ്റിസം അടക്കം എല്ലാം. അതിൽ ആകെപ്പാട് ഹാൻഡ് ഗേവൽ മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യമായിട്ട് എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി എല്ലാം കോമൺ എക്സ്പ്രഷൻസ് ആണ് കേട്ടോ, ഓർത്തോണം. അതനുസരിച്ച് നിങ്ങളൊന്ന് പ്രിപ്പയർ ആയിക്കോണം കേട്ടോ, ഇതൊക്കെ കിട്ടുമ്പോൾ സെന്റൻസുകളൊക്കെ ഓർത്തിരിക്കാം. യാ, യെസ്, ഹി വാസ് ഹാൻഡഡ് ദി ഗേവൽ ആഫ്റ്റർ ബിഡിംഗ് ഓഫ് ഹിസ് അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്. ഗ്രേറ്റ്. Robot works in line with the instruction that is given by its creator. That's great. Robot, okay. He's at the helm of the party since the leader handed the gavel to him. That's great. Let your pragmatism be in line with rationalism. That's great. The CEO of the company handed the gavel to his son when he got sick. All right, Seva. Indonesian Prime Minister hands the gavel to our Prime Minister. Yes, great. That hollowed out the mango. All right, that's great. His approach is turned out to good results. Okay. Turn out to good results. Okay, that's great. Is turned out വേണ്ട കേട്ടോ. His approach turned out to good results മതി. Is turned out വരുമ്പോൾ എന്നാ വരുമെന്ന് അറിയോ അനുപമ? അതവിടെ പാസീവ് വോയിസ് ആയി. നമുക്ക് പാസീവ് വോയിസ് അല്ല, അവന്റെ അപ്രോച്ച് എന്നല്ലേ, അപ്പൊ വേണ്ട. ഹിസ് അപ്രോച്ച് turned out to good results മതി, അവിടെ is വേണ്ട കേട്ടോ. Teacher handed the gavel to class leader when she had a meeting. That's great. Rindu ma'am's boisterous sessions accelerated the subscribers and she was handed the gavel. All right, that's great. Thank you. Kolla. Yes, gavel. Okay. All right. He was at the helm of the program, but he handed the gavel to another person. He handed
അല്ലെ? ഹാൻഡിന്റെ പാസ്റ്റൻസ് ഹാൻഡഡ് ആണ് കേട്ടോ. അപ്പം ഹാൻഡിന്റെ പ്രസന്റ് ടെൻസിൽ സിംഗുലർ വന്നപ്പോൾ എന്ത് വരും? ഹാൻഡ്സ് വരും അല്ലെ? ഹാൻഡ്സ്. V5 ഹാൻഡ്സ്, V1 V2 V3 and ഹാൻഡഡ് ആണ്. ഓർക്കണേ. അപ്പൊ അമൽ എവിടെ എന്ന് പറഞ്ഞു? ഹാൻഡിൽ ദി ഗേബിൾ ടു ദ പേഴ്സൺ ഡ്യൂ ടു സം ഇൻകൺവീനിയൻസ്. But the program turned out to be a failure since he was inefficient. All right. Go ahead with your preparations. One day you will be on board. That is great to me. Don't hand the gavel to anybody in deciding your matters, even in the wake of failures. That's great. That's great sentence. Okay. All right. അപ്പൊ നമുക്ക് പോകാം നമ്മുടെ മറ്റു വേർഡ്സിലോട്ട്. അപ്പൊ മറന്നു പോകരുത് ഈ എന്താണ് എക്സ്പ്രഷൻസ് ഒന്നും മറന്നു പോകാതിരിക്കുക. She turned out to be an ideal. An ideal what? ഐഡിൽ എന്നാണെങ്കിൽ ഓക്കെ. ഐഡിയൽ പറയില്ല. ഐഡിയൽ ഈസ് എൻ അഡ്ജക്റ്റീവ്. ഐഡിയലിന്റെ കൂടെ എന്ത് കൊടുക്കണം? ഒരു നൗൺ കൊടുക്കണം. യു കെൻ സേ ഷീ ടേൺസ് ഔട്ട് ടു ബി എൻ ഐഡിയൽ ഗേൾ, ഷീ ടേൺസ് ഔട്ട് ടു ബി എൻ ഐഡിയൽ സ്റ്റുഡന്റ്, ഷീ ടേൺസ് ഔട്ട് ടു ബി എൻ ഐഡിയൽ പേഴ്സൺ. എന്തെങ്കിലും കൊടുത്തു, അത് കുഴപ്പമില്ല. ഹായ് സീലിൻ, എത്ര കാലമായി കണ്ടിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ ഓർക്കാറുണ്ട് സീലിൻ. ഇതുവരെ കുറെ ആയല്ലോ സീലിനെ കണ്ടിട്ടെന്ന്. ഐ യു ഓക്കെ? ഐ യു ഗുഡ്? ലൈക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ അല്ലെ? കുറെ നാളെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ബിസി ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. കുറെ നാളുകൾക്ക് ശേഷം, ആഫ്റ്റർ എ ലോങ് ടൈം അല്ലെ? ആഫ്റ്റർ എ ലോങ് ടൈം. Good to see you back. In line with our law, we are leading our life. That's great. He turned out to be a monster when he betrayed by his when he was betrayed. അവിടെ സേവ പാസിവൈസേഷൻ വേണം. അവൻ ബിട്രേ ചെയ്തു എന്നല്ല, അവന്റെ ഫ്രണ്ടിനാൽ ബിട്രേ ചെയ്യപ്പെട്ടു എന്നാണ് അല്ലെ? അപ്പൊ എന്ത് കൊടുക്കണം? He turned out to be a monster when he was betrayed by his best friend. Okay, കൊടുക്കുക. Go ahead with your proposal. Okay. New venture. That's great. That's great. അടിപൊളി. ഗ്രേറ്റ് വർക്ക്. ഗ്രേറ്റ്. നന്നായിട്ടിരിക്കട്ടെ. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. സന്തോഷമായിട്ടിരിക്കട്ടോ. ഹാപ്പി ആയിട്ടിരിക്കുക. ഗോ ഹെഡ് വിത്ത് യുവർ വർക്ക്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നല്ല കാര്യം. എങ്ങനെയുണ്ട് ഹൈദരാബാദ്? Go ahead with your proposal. That's great. Everyone has decided to hand the gravel to him in the conclave due to his pragmatism. That's great. That's great. Appo moving on, people. Parnallo, pragmatism in line with hand the gavel, take over, at the helm, on board, in the wake of, hollow out, go ahead, turn out. ഓർത്ത് വെക്കുക. ആൻഡ് മൂവിങ് ടു വേർഡ്സ്. മറ്റു വേർഡ്സിലോട്ട് പോവാം അല്ലെ? അപ്പൊ നമ്മുടെ 17% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്കുള്ള കാര്യം മറക്കണ്ട. കോഡ് മറക്കണ്ട, Y314. നമ്മുടെ പുതിയ ബാച്ച് DRDO അല്ലെ? DRDO സെപ്റ്റംബർ നടത്തുന്ന DRDOയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ 30-ാം തീയതി. അപ്പൊ സെപ്റ്റംബർ നടത്തുന്ന ഈ DRDOയുടെ എക്സാം നടത്തുന്നതിന് പല തസ്തികകളുണ്ട് കേട്ടോ. അത് നിങ്ങൾ നോക്കണം. പല തസ്തികകളുടെ എക്സാം, 10th ലെവൽ എക്സാംസ് ഉണ്ട്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് എക്സാംസ് ആണ്. അപ്പം DRDOയുടെ നോട്ടിഫിക്കേഷൻ ഇത്തവണ വിളിച്ചേക്കുന്നതിൽ. അപ്പം എനിക്ക് 4-ാം തീയതിയോ 10th-ഓ 10-ാം തീയതി 4-ാം തീയതിയോ നവംബർ 10-ഓ നവംബർ 4-ഓ ആണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. സമയമുണ്ട്. നോക്കുക ഏത് പോസ്റ്റിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അക്കോർഡിംഗ്ലി ഏതാണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു പ്രശ്നവുമില്ല. അപ്പം ഒന്ന് നോക്കണം. ചില പോസ്റ്റുകൾക്കൊക്കെ സ്കിൽ ടെസ്റ്റ് ആണ്, ചില പോസ്റ്റുകൾക്ക് എന്താണ് ഫിസിക്കൽ ടെസ്റ്റ് ആണ് വേണ്ടത്. അത് നോക്കിക്കോണം. അത് കാര്യം സെക്യൂരിറ്റി ഗാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ ഏതിനാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം അതിൽ അപ്ലൈ ചെയ്യണം. 10th ലെവൽ ക്വാളിഫിക്കേഷൻ, അതുപോലെ +2 ലെവൽ ക്വാളിഫിക്കേഷൻ, ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. നോക്കിക്കോണം. എന്നിട്ടേ അപ്ലൈ ചെയ്യാവുള്ളൂ. പിന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് ഒറ്റ എക്സാമാണ്. ഇത് പല തസ്തികളാണ്, പക്ഷെ ഒറ്റ എക്സാമാണ്. ഇപ്പൊ 10th ലെവൽ എക്സാംസിന് ഒരു എക്സാം, +2-ന് വേറൊരു എക്സാം, അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം പല തസ്തികളാണ്, പക്ഷെ ഒറ്റ എക്സാം, ഒരേ ഒരു എക്സാം, ഒരേ ഒരു സിലബസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാനും റിജിൻ സാറും നമ്മുടെ ഷഫീഖ് സാറൊക്കെ ചെയ്തു. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെയും വരാം, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിന്റെ ഒരു സ്ട്രക്ചർ. ബാച്ച് തുടങ്ങുവാണ് നവംബർ 30-ാം തീയതി. അപ്പോൾ നമുക്ക് DRDO ഒരുപാട് പേര് DRDO താല്പര്യപ്പെട്ട് കുറെ നാളെ കാത്തിരിക്കുന്നവരുണ്ട്, അറിയുന്നവരുണ്ട്. അത് അറിയാത്തവരാണെങ്കിൽ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുക. അറിയുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങാം. നമുക്ക് 30-ാം തീയതി നവംബർ 30-ന് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യട്ടോ. അപ്പോൾ മൈ കോഡ് Y314 കോഡ് ഉപയോഗിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യാം. നമുക്ക് ക്ലാസ്സിൽ കാണാം. SSC GDയുടെ ക്ലാസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും ജോയിൻ ചെയ്യാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. SC GD എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആണ്, സെൻട്രൽ ഫോഴ്സിലോട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. നവംബർ 30-ാം തീയതിയാണ് നവംബർ 4 എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ? ഡിസംബർ 4 കേട്ടോ ഞാൻ ഉദ്ദേശിച്ച DRDOയുടെ കാര്യം. GDയുടെ നവംബർ 30-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. അപ്പൊ അപ്ലൈ ചെയ്യാൻ പഠിച്ചു തുടങ്ങാം കേട്ടോ. ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അറിയാം. 2400 രൂപയ്ക്ക് ഈ 2 കോഴ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടമുള്ള കോഴ്സിൽ അപ്ലൈ ചെയ്യാം ആൻഡ് ജോയിൻ ചെയ്യാം കേട്ടോ. പഠിക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി. ജോയിൻ ചെയ്യുകയോ ചെയ്യാതിരിക്കോ നിങ്ങളുടെ ഇഷ്ടം. അപ്ലൈ ചെയ്യാൻ പഠിക്കുക ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. അത് നിങ്ങൾ തിരഞ്ഞെടുത്തോളാം. And let's move to the words. അപ്പോൾ ആദ്യത്തെ വേർഡ് പിടിച്ചോ, കൺസെൻസസ്. കേട്ട് പരിചയം ഉണ്ടായിരിക്കും. നമ്മൾക്കൊന്ന് മിനിഞ്ഞാൽ നമ്മൾ ഇതേ സാധനം ഡിസ്കസ് ചെയ്തു, കൺസെൻസസ്. ദിസ് ഇസ് ഇറ്റ്. കൺസെൻസസ് എന്ന് പറഞ്ഞാൽ
അഗ്രിമെന്റ്. അവിടെ ഓർക്കണ്ടേ, കോൺഷ്യൻസും കോൺഷ്യസ്, ആ രണ്ട് വാക്ക്. കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ അവെയർ, ബോധത്തോടെ ഇരിക്കുക, കോൺഷ്യസ് അല്ലെ, അത് അഡ്ജക്റ്റീവ് ആണ്. കൺസെൻസ് മനസാക്ഷി, ആൻഡ് കൺസെൻസസ്. കൺസെൻസസ് മീൻസ് അഗ്രിമെന്റ്, സമ്മതം, മമ്മതസ അല്ലെ, ഹാർമണി അല്ലെങ്കിൽ കോൺകോർഡ്, കൺസെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനമാണ് ഈ പറയുന്ന കൺസെൻസസ്. ഓർത്തോണം കൺസെൻസസ്. അടുത്ത ഫ്രോട്ട്, ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വാക്കാണ് ഫ്രോട്ട്. ഫ്രോട്ടിന് രണ്ടർത്ഥം, ഫിൽഡ് വിത്ത് ഓർ ഫുൾ ഓഫ് എന്ന് പറയാം. അല്ലാതെ ഫ്രോട്ട് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആയിട്ട് നൗണിന് തൊട്ട് മുമ്പ് ഇരുന്ന അഡ്ജക്റ്റീവ് ഇല്ലേ, ഫ്രോട്ട് സിറ്റുവേഷൻ, വല്ലാത്തൊരു അവസ്ഥയാണ് അല്ലെ, വല്ലാത്ത വറീഡ് ആയിട്ട് അപ്സെറ്റ് സിറ്റുവേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അങ്ങനെ പറയാനും ഫ്രോട്ട് ഉപയോഗിക്കും. രണ്ടർത്ഥം ഉണ്ട്, ആൻഷ്യസ്, വറീഡ് അല്ലെങ്കിൽ ഫുൾ ഓഫ് അല്ലെങ്കിൽ ഫിൽഡ് വിത്ത് എന്നും പറയും. അപ്പൊ ഫ്രോട്ട് എന്നതിന്റെ കൂടെ നമ്മൾ അഡ്ജക്റ്റീവ് നൗണിന് തൊട്ട് മുമ്പിലല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ യു ക്യാൻ ഗിവ് ദി ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഫ്രോട്ട് വിത്ത്. ഫ്രോട്ടിനൂടെ ഉപയോഗിക്കുന്ന ഫിക്സഡ് പ്രൊപ്പോസിഷൻ വിത്ത് ആണ്, ഓർത്തോളം അത്. ഫ്രോട്ട് വിത്ത്. ദി ഫോർ എക്സാമ്പിൾ, the path is fraught with danger. The path is fraught with danger. The path is full of danger എന്ന് നമ്മൾ പറയില്ല, ആ സാധനം. ഓർത്തോളെ ഇതൊന്ന്. നിങ്ങളുടെ സെന്റൻസ് അവിടെ, പ്രവി സെന്റൻസ് നോക്കിയില്ലല്ലോ ഞാൻ, അതാണല്ലേ അവിടെ. അയ്യോ, പ്രവിയുടെ സെന്റൻസ് എന്ത് ചെയ്യുന്നു? ഓൾ റൈറ്റ്, അത് ഞാൻ പോയോ? ഛേ, പോട്ടെ. Being the helm, he was solely responsible for the destruction. All right. Okay. Oh, that's great. Celine, that's great. അത് കൊള്ളാം, സുഖം, സന്തോഷം, അത് മതി. One of the senior relatives takes over the relative's marriage and allocates work to everybody. That's great. December 7th ആണ്, സോറി, എൻ്റെ മിസ്റ്റേക്ക്, മൈ ബാഡ്. അപ്പോൾ December 7th ആണ് ലാസ്റ്റ് ഡേറ്റ് DRDOയുടെ. താങ്ക് യു ഷുമാസെ. ഓക്കെ, അതാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ while taking over the session, ma'am didn't expect it will become a wonderful thing. Yeah, I didn't. That's great. All right. In the wake of his amenable character, she cashed in him. That's great. That's great. ഇങ്ങനെ കൊടുക്കാം സുമി, അത് കുറച്ചുകൂടി വ്യത്യാസപ്പെട്ട് കൊടുക്കാം. Cashed him in, cashed him in, cashed somebody in, കേട്ടോ എന്ന് കൊടുത്തു. അപ്പോൾ യൂട്ടിലൈസ്ഡ് ഹിം എന്ന അർത്ഥത്തിൽ. The accident turned out a murder attempt. Turned out to be, പ്രവി, turned out to be രണ്ട് രീതിയിൽ എഴുതാം. Turned out that, it turned out that it was a murder attempt, അല്ലെങ്കിൽ പറയാം it turned out that it was a fake relationship. അങ്ങനെ that വെച്ചിട്ട് പറയാം, that ക്ലോസ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, it turned out to be a murder attempt, so the police started investigation quickly. Okay. Hi Vinu, how am I? Good morning. In the line with the instructions, we submitted the project. That's great. ലൈവിലുള്ള പിള്ളേരെ, show me some love and support. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. ലൈക്ക് പോരട്ടെ, ഞാനത് പറഞ്ഞു തരണം, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണം, ഇതൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യണ്ടേ അല്ലേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്, കേട്ടോ. അടുത്ത പഠിച്ചോ, ഡെലിഗേഷൻ. ഡെലിഗേറ്റ് എന്ന് കേട്ടിട്ടില്ലേ, ഡെലിഗേറ്റ്, അംബാസഡർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഡെലിഗേറ്റ്, ഡെലിഗേഷനും ഡൗൺ ആണ്, ഡെലിഗേറ്റും ഡൗൺ ആണ് കേട്ടോ. സോ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടേഷൻ, കമ്മീഷൻ, ആ ഒരു ബോഡി ഇല്ലേ, ബോഡി ഓഫ് അംബാസഡേഴ്സ്, ബോഡി ഓഫ് എന്താ പറയാ നമ്മള്, ഓ മൈ ഗോഡ്, എൻവോയ്സ് അല്ലെ. ഈ നമ്മൾ ഇതിനു വേണ്ടി പറഞ്ഞ് അയക്കുന്ന അംബാസഡേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ അംബാസഡേഴ്സിന്റെ കൂട്ടത്തിന്, ആ ബോഡിക്ക് നമ്മൾ പറയുന്ന പോലെ ഡെപ്യൂട്ടേഷൻ, അവരെ അലൊക്കേഷൻ ഇല്ലേ, അത് അല്ലെങ്കിൽ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന ഡെലിഗേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ഡെലിഗേഷൻ ഓഫ് ഡ്യൂട്ടി, ഡെലിഗേറ്റ് ചെയ്യുക, ഒരാൾക്ക് ഞാൻ അസൈൻ ചെയ്ത് കൊടുക്കുക അല്ലെ, ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുക, അതിന് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാന്ന് പറയാം, ഡെലിഗേറ്റ്. അപ്പോൾ ഡെലിഗേറ്റ് നൗണും ഉണ്ട് വേർബും ഉണ്ട്, അതാണ് വേറൊരു കാര്യം. അപ്പോൾ ഡെലിഗേറ്റ് ചെയ്യുന്നത് അസൈൻ ചെയ്യുക. സോ അപ്പോൾ ഡെലിഗേഷൻ എന്ന് പറയും, അസൈൻമെന്റ് അതും വരും, ഓർത്തോണം കേട്ടോ. അപ്പോൾ അലൊക്കേഷൻ, അസൈൻമെന്റ് എന്നുള്ള അർത്ഥത്തിലും നമ്മുടെ ഡെലിഗേഷൻ വരും, ഓർത്ത് വെച്ചോളൂ. രണ്ടർത്ഥം അപ്പോൾ ഡെലിഗേഷൻ ഉണ്ട്, നോട്ട് ഇറ്റ് ഡൗൺ. ആൻഡ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു ടെമ്പർ, ഇന്നലെ തന്നെ. ടെമ്പർ രണ്ടർത്ഥം ഉണ്ട് അല്ലെ. ഐ ഹാവ് എ ബാഡ് ടെമ്പർ നൗ, പ്ലീസ് ഗോ അവേ, ഒന്ന് പൊക്കെ, സ്റ്റേ അവേ ഫ്രം മീ, ഐ ഹാവ് എ ബാഡ് ടെമ്പർ. ഇപ്പൊ എന്റെ അടുത്ത് വന്ന് മിണ്ടാൻ നിൽക്കണ്ട, ഞാൻ നല്ല മൂഡിലാട്ടോ എന്ന് പറയില്ലേ. ചില സമയത്ത് നമ്മൾ വല്ലാണ്ട് കലിപ്പായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വരുവാണ്, അവരോട് പറയും പൊക്കോ, അതാ നല്ലത്, ഇപ്പൊ ഞാൻ നല്ല കലിപ്പില്ല അല്ലെ. ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് ദം അല്ലെ, നമുക്ക് അവരെ ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ല ആ സമയത്ത്. ഓൾറെഡി നമുക്കറിയാം നമ്മുടെ മൂഡ് ഭയങ്കര ഖറാബാണ്. അപ്പൊ അവിടെ നമ്മൾ കയറിയിട്ട് എന്തെങ്കിലും പറഞ്ഞ പണി പാടും അല്ലെ, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും. സോ ടെമ്പർ മീൻസ് ടെമ്പറമെന്റ്, ഡിസ്പൊസിഷൻ, നമ്മുടെ ഒരു മൂഡ്, അതിനെ നമുക്ക് പറയാം, അവസ്ഥയില്ലേ, അതിനെ ടെമ്പർ എന്ന് പറയും, നൗൺ. ആൻഡ് ടെമ്പർ എ സിറ്റുവേഷൻ ഓർ ടെമ്പർ ദി ആർമി, ടെമ്പർ സംതിങ്, ടെമ്പർ ദി ലാംഗ്വേജ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. ടെമ്പർ എന്ന് പറയുന്നതിന് മോഡറേറ്റ് ചെയ്യുക എന്ന വേർബ് ഉണ്ട്. ഇന്ന് മോഡറേറ്റ് ചെയ്യുക എന്നുള്ള വേർബാണ് നമ്മൾ പഠിക്കാൻ പോണേ, ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് വി ആർ യൂസിങ് ഹിയർ. മോഡിഫൈ ചെയ്യുക എന്നൊക്കെ പറയും, മോഡിഫൈ ചെയ്യുക, മോഡറേറ്റ് ചെയ്യുക എന്നർത്ഥം ടെമ്പറിന് ഉണ്ട്, വേർബ് ആസ് എ വേർബ്, കേട്ടോ. വ്യത്യാസം ഓർത്തോണം. അടുത്തത് ഈക്വിവൊക്കേറ്റ് ചെയ്യുക. ഈക്വിവൊക്കേറ്റ് ചെയ്യുക, ഈക്വിവൊക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ,
മറ്റേ എന്താ പറയാ ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെ വളഞ്ഞ വഴിയിൽ മൂക്കി പിടിക്കുന്ന പരിപാടി, ദാറ്റ് ഇസ് ഈക്വിവോക്കേറ്റ്. അതായത് ഒരു ആംബിഗ്വസ് വേയിൽ കൺഫ്യൂഷനോടെ നമുക്ക് അറിയത്തില്ല ഇയാൾ പറയുന്നത് നല്ലതിനാണോ, ഇയാൾ വല്ല പറയുന്നത് ഇനി ഇനി ആക്കുവാണോ താൻ എന്ന് ചോദിക്കില്ല. നമ്മൾ ചിലരോട് ചോദിക്കില്ലേ നിങ്ങൾ എന്നെ ആക്കുമല്ലോ അല്ലെ, അല്ലല്ലേ ചേട്ടന്റെ ടോണ എന്ന് പറയില്ലേ, ആ സാധനമാണ് ഈക്വിവോക്കേറ്റ്. ഈക്വിവോക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുന്നു ആൻഡ് ദാറ്റ് ഇസ് ഇൻ എൻ ഇൻഡയറക്റ്റ് വേ, അതിനെയാണ് നമ്മൾ ഈക്വിവോക്കേറ്റ് ചെയ്യാന്ന് പറയാം. ലൈക്ക് പ്രീവാരിക്കേറ്റ് അല്ലെങ്കിൽ വാഫിൾ, ഒരു മനസ്സിലാവാത്തൊരവസ്ഥ ഇൻഡയറക്റ്റ് വേയിൽ. ബി ഇവേസീവ്, ഇവേസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും മനസ്സിലാവില്ല നമുക്ക്, നല്ലതാണോ പറയുന്നത് ചീത്തയാണോ പറയുന്നത് മനസ്സിലാവാത്ത അവസ്ഥ, അതിനാണ് ബി ഇവേസീവ് അല്ലെങ്കിൽ പോൾട്ടർ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ ഈക്വിവോക്കേറ്റ് ചെയ്യാം, പ്രിവാരിക്കേറ്റ്, വാഫിൾ, ബി ഇവേസീവ് ഓർ പോൾട്ടർ, അതിനാണ് ഈക്വിവോക്കേറ്റ് എന്ന വാക്കിന്റെ ഓർത്തോണം. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചോളാം, ദാറ്റ് ഇസ് ഈക്വിവോക്കേറ്റ് വേർബ് ആണ്. അപ്പൊ ഈക്വിവോക്കേഷൻ ആണ് ഡൗൺ വരിക, അത് ഓർത്ത് വെച്ചോളാം. ഓക്കെ അല്ലേ? ലെറ്റ് മീ സീ യുവർ സെന്റൻസസ്. ഓക്കെ, the consensus is going to end this month. That's great. In the wake of persisting rain, government implemented many measures for security in the coastal region. That's great. The garden is fraught with beautiful flowers. Great. After many rancor opinions, the committee members came to a consensus to face the problem. That's great. I was fraught with happiness when I saw my childhood friend. That's great. Luke Anthony was fraught with vengeance. Okay. കേരള PSC ഡിഗ്രി മെയിൻസ് എക്സാം എപ്പോൾ നടക്കുമെന്ന് അറിയാമോ? മെയിൻസ് എക്സാമിന്റെ ഡേറ്റോ എന്തോ വന്നായിരുന്നല്ലോ, എനിക്ക് പ്രവീൺ എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. ഉടനെ ഇറക്കുന്ന എന്തോ അത് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു. ജസ്റ്റ് ചെക്ക് പ്രവീൺ, നാളെ ഞാനൊന്നും ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ, നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. Yeah, his delegation was to find out the culprits behind bank robbery. നമുക്കറിയാം നെക്സ്റ്റ് സെറ്റ് എക്സാം വരുമല്ലോ 19. അപ്പൊ ഇന്ന് 17 ആണ്, മറ്റന്നാൾ നമ്മുടെ എന്ത് എക്സാം ആണ്? നാളെ 18, മറ്റന്നാൾ നമ്മുടെ ഡിഗ്രി ലെവലിന്റെ ഫേസ് 2 എക്സാം ആണ്. അപ്പൊ പഠിക്കുന്നുണ്ടല്ലോ, ഫേസ് 2 എക്സാം എഴുതാൻ പോകുന്നവര്, പ്രിപ്പയർ ചെയ്യുന്നവര്, അല്ലെങ്കിൽ അടുത്ത ഫേസിലോട്ട് വരുന്നവരുണ്ടല്ലോ. അപ്പോൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ പഠിക്കാട്ടോ, ബിക്കോസ് അടുത്ത എക്സാം വരുമ്പോഴേക്കും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ. അപ്പൊ ഇന്ന് നമ്മൾ റിവിഷൻ ഉണ്ട്, സിഗ്മെന്റ് ഉണ്ട്. 10 മണി മുതൽ നമ്മുടെ മാരത്തോൺ തുടങ്ങുക, 8 മണി വരെ. 8 മണി വരെ ഇറ്റ്സ് ലൈക്ക് എ ലോങ് മാരത്തൺ സെഷൻ. 10 മണിക്കൂറോളം നമ്മൾ എല്ലാ സബ്ജക്ട് ടീച്ചേഴ്സും എല്ലാ സബ്ജക്റ്റിന്റെയും മാരത്തൺ ഇന്നുണ്ട്. അപ്പൊ ഇന്ന് വരിക കൂടുക, മാരത്തൺ പരമാവധി ക്വസ്റ്റൻസ് ചെയ്ത് നോക്കുക കേട്ടോ. റിവൈസ് ചെയ്ത് പോവാം, നമുക്ക് ഒരുമിച്ച് റിവൈസ് ചെയ്ത് പോകാം പഠിച്ച കാര്യങ്ങളൊക്കെ. So that's it. His delegation was to find out the culprits behind bank robbery. That's great. All right. The consensus signed between two nations helped to boost the economy of both states. That's great. That's great. A CEO handed the gavel, which actually delegated the authority. Great. She is delegated with a ton of avocations. Great. Dance reminiscence interview is always fraught with comedy. Yes, it is. She's fraught with joy when she met her childhood friend unexpectedly. That's great. His equivocal tone. Equivocate, equivocal. Adallo adjective ariyalo adode ezhuthi vechekam. Equivocate cheyyuka, equivocation is the noun aanu. And equivocal adjective aanu. Equivocal ambiguous ആയിട്ടുള്ള ട്ടോ adjective formulation. Equivocal ഓർത്തോണം ട്ടോ, adjective ആണ്. All right. Yes, Sapo. His equivocal tone perplexed me. That's great, Rashmi. My stomach is fraught with food. അത്രമാത്രം കഴിക്കണ്ടായിരുന്നു. കൊള്ളാം. Don't be equivocate. Don't be equivocate അല്ല, don't be equivocal. അവിടെ adjective ആ കൊടുക്കണ്ടേ, കാരണം ബി അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ കൊടുക്കുക, ഡോണ്ട് ബി ഈക്വിവോക്കൽ. ഈക്വിവോക്കൽ ആവല്ലേ, നീ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിക്കല്ലേ എന്ന് കൊടുക്കണമെങ്കിൽ സുബി give an adjective there കേട്ടോ. vocal. I'm not in a good temper. That's great. വേണ്ട വെറുതെ വളച്ചൊടിക്കാതെ കാര്യത്തിലോട്ട് വാ അല്ലേ, എനിക്ക് മനസ്സിലാവുന്നത്. ഈസ് ഓൺ എ ബോർഡ്. കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ ഇങ്ങനെ ചില പ്രശ്നമുണ്ട്. എന്റെ മമ്മിക്ക് ഒരു കടങ്കഥ പറച്ചിലുണ്ട്. ഞാനിങ്ങനെ ചോദിക്കും, എന്നാ ഇത് നേരെ പറയാനുള്ളത് പറ. മമ്മി ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ പറയാം, എടി നിന്റെ ഒരു നിനക്ക് അറിയാം ഇയാളെ എന്നൊക്കെ പറഞ്ഞ മമ്മി കഥ പറച്ചിൽ തുടങ്ങും. അപ്പൊ ഞാൻ മമ്മിയോട് ചോദിക്കും, കാര്യം എന്താ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പോരെ. മമ്മി ഇങ്ങനെ വളച്ചൊടിച്ച് ഇൻഡയറക്റ്റ് വേയിൽ പറഞ്ഞു വരാൻ വേണ്ടി പോവാ. ഇന്ന ഒരാളെ നിനക്കറിയാം, ആ ആൾ ഇങ്ങനെ വിളിച്ചു, നിന്നെ അന്വേഷിച്ചു എന്നൊക്കെ പറയും. ആര് ഉള്ള പേര് പറ, എനിക്കപ്പോ മനസ്സിലാവില്ലേ. ചില പേഴ്സൺസ് ആർ ലൈക്ക് ദാറ്റ്. അവർക്ക് രസമാ ഈക്വിവോക്കൽ ആയിട്ട് അല്ല വളഞ്ഞ വഴി മൂക്ക് പിടിക്കുക, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ രസത്തിലോട്ട് വരിക. ഓരോരുത്തർക്ക് ഓരോ രസം, ഓരോ ഹരം അല്ലെ, സെയിം വേ. അതുകൊണ്ടാ നല്ല ടെമ്പറിലാണെങ്കിൽ ഓക്കെ ആണ്. നല്ല ടെമ്പറിലല്ലേ ഞാൻ മമ്മിയോട് പറയുന്നുണ്ട്, എന്റെ പൊന്നു മമ്മി എന്നോട് ഇപ്പൊ മിണ്ടാ നിൽക്കണ്ട. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നോക്കാം. He on board a new company. Just now our verb is missing. He's on board with a new company. With a new company in line with the new rules in there. New rules there. New rules in there. Vanda. New rules there. Keda. Okay. Superior officer delegated the duties to his subordinates. Just now ഞാൻ പറഞ്ഞത് മനസ്സിലായോ? Verb missing ആണ്. അപ്പൊ ഇങ്ങനെ കൊടുക്കുക, he's on board with a new company in line with new rules there. Okay. And if you can't convince your haters, just equivocate them by your deeds. All right, that's great.
ഡിഗ്രി മെയിൻസ് എക്സാം അതാ പ്രവീണ ഞാൻ പറയാം. ഡിഗ്രി മെയിൻസ് എക്സാമിന്റെ ഡേറ്റ് ഞാൻ നോക്കിയിട്ടൊന്ന് പറഞ്ഞു തരാം കേട്ടോ. കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ദ ഡെമഗോഗ് ഓഫ് ദ ഔട്ട്ഫിറ്റ് ലൂസസ് ഹിസ് ടെമ്പർ ആഫ്റ്റർ ഹി വിറ്റ്നസ് ഇൻസിപ്പിഡ് ബിഹേവിയർ ഓഫ് പേഴ്സണൽ ഗ്രേറ്റ് ഹിസ് ബോഡി ഫ്രോട്ട് ഓഫ് അല്ല ഫ്രോട്ട് ഓഫ് അനുവേ ഫ്രോട്ട് ഓഫ് വരില്ലടാ. അതാ ഞാൻ പറഞ്ഞ ഫ്രോട്ട് വിത്ത് ഇന്റലിജൻസ് കേട്ടോ. ഷീ equivocated at me when I asked her about the job. equivocated at me വേണ്ട, she equivocated me at വേണ്ട കേട്ടോ മല. ബീറ്റർ ഓൺ ദോഷം അത് തന്നെ സെയിം സാധനം. The ADGB and the Krishnan was delegated to DGP. Okay, DGP rank. Great. Delegation of cases done by the High Court to its apostrophe വേണ്ട പ്രവി. ഈ ഞാൻ പ്രവിയോട് തന്നെയാ പറഞ്ഞു, ഓർമ്മയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പ്രവിക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്ക് നല്ല ഓർമ്മയാണ് പ്രവി. ഈ ഇറ്റ്സ് അതാണ് പ്രവി ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് പോസസീവ്. നമുക്ക് വേണ്ടത് പോസസീവ് ആ പ്രവി, അതിന്റെ എന്നുള്ള അർത്ഥത്തില്. പക്ഷെ മറ്റേ ഇറ്റ്സ് ഏതാ? ഈ ഇറ്റ്സ് ഏതാ? ഈ ഇറ്റ്സിന്റെ അർത്ഥം 3 അർത്ഥം നമുക്കുള്ള അപ്പസ്ട്രോഫി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 അർത്ഥം ഉണ്ട്. ഇറ്റ് ഈസ് ഉണ്ട്, ഇറ്റ് വാസ് ഉണ്ട്, ഇറ്റ് ഹാസ് ഉണ്ട് അല്ലെ. എങ്ങനെയാണോ അത് യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് മാറിയിരിക്കും. ഇറ്റ് ഈസ് ആണോ, ഇറ്റ് വാസ് ആണോ, ഇറ്റ് ഹാസ് ആണോ എന്നത്. മറ്റേ ഇറ്റ്സ് എന്ന് പറയുന്നത് പൊസസീവ് ഇറ്റ്സ് അതിന്റെ അല്ലെ, അതിന്റെ നല്ല വേണ്ടത്. അപ്പൊ ഇറ്റ്സ് സബോർഡിനേറ്റ് കോഡ് സെന്റൻസ്. ഷീസ് ഫ്രോഡ് വിത്ത് എക്സാംസ്. ഗ്രേറ്റ്. ഷീസ് ഫ്രോഡ് വിത്ത് എക്സാംസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഷീസ് ഫുൾ ഓഫ് എക്സാംസോ ഷീസ് ഫിൽഡ് വിത്ത് എക്സാംസോ? ഇങ്ങനെ വേണം പറയാം. മൈ ഷെഡ്യൂൾ ഈസ് ഫ്രോഡ് വിത്ത് എക്സാംസ് കൊടുത്തോ. മൈ ഷെഡ്യൂൾ ഓർ ഹർ ഷെഡ്യൂൾ ഈസ് ഫ്രോഡ് വിത്ത് എക്സാംസ് കൊടുത്തോ. അല്ലെങ്കിൽ എന്താണ്, ഷീസ് ഫ്രോഡ് ബിക്കോസ് ഓഫ് എക്സാംസ് എന്ന് കൊടുത്തു. ഷീസ് ആൻഷ്യസ് ബിക്കോസ് ഓഫ് ഹർ എക്സാംസ് എന്ന് കൊടുത്തു. അത് രണ്ടർത്ഥമാണ്. അതാണ് അവിടെ ബിക്കോസ് ഓഫ്. ആൻഷ്യസ് ആണ്, അവളൊരു അപ്സെറ്റ് ആണ്, ബിക്കോസ് ഓഫ് എന്ന് കൊടുത്തു. അപ്പൊ അത് കറക്റ്റാ. അവിടെ ഉദ്ദേശിക്കുന്ന അതായിരിക്കും ലക്ഷ്മി അല്ലെ. ഷീസ് ഫ്രോഡ് ബിക്കോസ് ഓഫ് ഹർ എക്സാംസ് എന്ന് കൊടുത്ത കേട്ടോ. UDF partisans are in protest at that Rahul Gandhi will grab the seat unequivocally. Yeah. അങ്ങനെ ഇനി എങ്ങാനും വരികയാണ്, അതായിരിക്കും വളഞ്ഞ ഇതിൽ പിടിക്കുന്നത്. എന്റെ മമ്മീന്റെ ഒരു ചില സമയത്ത് കടങ്കഥ പറച്ചിലേക്കുമ്പോൾ എനിക്ക് ഇതങ്ങ് ദേഷ്യം വരും. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം കൂടെ അതിന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടിരിക്കുന്നു. ചില ദിവസങ്ങൾ വഴക്കാം. ഓ ഗോഡ്, ഒന്നും പറയണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഹെർ പേരൻസ് കൺസെൻസസ് ടു ഗോ അബ്രോഡ്. അല്ല, അതെന്താണെന്നറിയോ ജസ്ന? അത് കൺസെൻസസ് നൗണാ. ജസ്നയ്ക്ക് അവിടെ വേണ്ട വേർബാ. അപ്പൊ എങ്ങനെ കൊടുക്കണം? ഹെർ പേരൻസ് കൺസെൻസ് ഹെർ ടു ഗോ അബ്രോഡ്. അല്ലെങ്കിൽ പേരൻസ് gave her consent, the parent gave her consent to go abroad എന്ന് കൊടുത്തു കേട്ടോ. അപ്പൊ അത് കറക്റ്റാ. Consensus ad idem is a principle followed in the Contract Act. All right, C capital കൊടുക്കുക. Contract Act. My dog was fraught with happiness when we met after a long time. That's great. I could see that. His equivocal speech made us resentment in others. That's great. That's great. Moving to next that people communicate. ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. കമ്മ്യൂണിക് അല്ല, ഇത് ഫ്രഞ്ച് പദമാട്ടോ. കമ്മ്യൂണിക്കേറ്റ്. കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് പദം. ഇവിടെ ഒരു ഇത് അപ്പസ്ട്രോഫി കൂടെ വരും. കമ്മ്യൂണിക്കേറ്റ്, ഇങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. സോ കമ്മ്യൂണിക്കേറ്റ് ഇസ് എ നൗൺ. കമ്മ്യൂണിക്കേറ്റ് മീനിങ് ഇതാണ്: ഒഫീഷ്യൽ അനൗൺസ്മെന്റ്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഒഫീഷ്യൽ എന്താ പറയാ സ്റ്റേറ്റ്മെന്റ്, പ്രസ് റിലീസ്, അതിനൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയാം. അടുത്ത സ്റ്റോണി, കല്ല് അല്ലെ. നമ്മൾ പറയില്ലേ കല്ല് പോലത്തെ, ദാറ്റ് ഇസ് സ്റ്റോണി. കല്ല് പോലത്തെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൺഫ്രണ്ട്ലി, കോൾഡ്, ചില്ലി, ഫ്രിജിഡ്, ഇൻസെൻസിറ്റീവ് അല്ലെ. എന്ത് സ്വഭാവം അല്ലെ. വാട്ട് ഇസ് സ്റ്റോണി ബിഹേവിയർ ഹി ഹാസ്. എന്തൊരു സ്വഭാവം അല്ലെ, ഒരു വല്ലാത്തൊരു സ്വഭാവം എന്നൊക്കെ പറയില്ലേ ചിലരെ പറ്റി. അതാണ് സ്റ്റോണി എന്ന് പറയുന്നത്. ലിറ്ററലി സ്റ്റോൺ പോലെ, അങ്ങനെയാണ് അർത്ഥം കേട്ടോ. ഓർത്ത് വെച്ചോളൂ. അത് ഡിമീനർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കഴിഞ്ഞ ദിവസം ഞാൻ ഡിമീനർ പറഞ്ഞായിരുന്നു. ബിഹേവിയർ, attitude, bearing, manner, അതിനാണ് demeanor. Look at his demeanor. What a great demeanor he has. What a bad demeanor he has. എന്ത് വൃത്തിയുടെ സ്വഭാവം എന്ന് പറയില്ലേ, അസാൻ demeanor. നല്ലതാകാം, ചീത്തയാകാം. You can use it adjective വെച്ച് നമുക്ക് ഇതിനെ സെറ്റ് ആക്കാം കേട്ടോ. അടുത്ത പെറിൽ കേട്ടുണ്ടായിരിക്കുമല്ലോ. പെറിൽ it means danger, hazard, menace, risk, problem. അതിനാണ് നമ്മൾ പെറിൽ എന്ന് പറയാം. സോ പെറിലിന്റെ adjective formulation നിങ്ങൾ കേട്ടിട്ടുണ്ട്. പെരിലസ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ട്രച്ചറസിന് പെരിലസ് എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്, ഡേഞ്ചറസ് എന്നൊരു അർത്ഥം കൂടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ ട്രച്ചറസ് എന്നർത്ഥം. അടുത്ത പെരിലസ് ആണ് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. പെറിൽ ഇസ് നൗൺ. ഓർത്തോണേ അത്. അടുത്ത ഫ്രാക്ഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രംപി. നമുക്ക് ഒരു മുരടെ സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇറിറ്റബിൾ, എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന. ക്രോറൽസം, പ്രിക്ലി, വളരെ എപ്പോഴും കുത്തി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. ദാറ്റ് ഇസ് ഫ്രാക്ഷ്യസ് ആയ ബിഹേവിയർ ആണെന്ന് പറഞ്ഞാൽ ഗ്രംപി ആണ്, ഇറിറ്റബിൾ ആണ്, ക്വാറൽസം ആണ്, പ്രിക്ലി ആണ്. ഓർത്ത് വെച്ചോളാം. ദാറ്റ് ഇസ് ഫ്രാക്ഷ്യസ്. ഓർത്തോണേ ഫ്രാക്ഷ്യസ് എന്ന വാക്ക് കേട്ടോ. ഓക്കെ, സെന്റൻസ് പോരട്ടെ പിള്ളേരെ, സെന്റൻസ് പോരട്ടെ. സെന്റൻസ് പോകുന്നതിന് നമ്മൾ പെട്ടെന്ന് അടുത്ത ഇതിലോട്ട് പോവേ. വേഗം സെന്റൻസ് പറയാൻ. ഇനിയിപ്പോ എനിക്ക് കാണാൻ പറ്റാത്തതാണോ നിങ്ങളുടെ സെന്റൻസ്? ഒന്ന്
ഒന്ന് രണ്ട് സെന്റൻസേ ഉള്ളൂ വരുന്നുള്ളല്ലോ. ഓർമ്മയുണ്ടല്ലേ? ഓൾ റൈറ്റ്, അത് മതി, എനിക്ക് ഓർമ്മയുണ്ട്, അത് മതി. ഡ്യൂ ടു ഹിസ് ബാഡ് ടെമ്പർ the conclave ended up in a transgression. All right, that's great. For me, happiness is an ephemeral spelling. Ephemeral spelling നോക്കണേ. Ephemeral thing അല്ല, ephemeral thing. Yet it can fraught with ശശി തരൂറെ memories. Okay. Califragilistic വേണ്ട അത്തരത്തിലോട്ട് ഞാൻ വരുന്നില്ല. Stony hearted boyfriend was എടാ സ്റ്റോണി ഹാർട്ടഡ് പറയില്ല, കല്ലുകൊണ്ടുള്ള ഹൃദയം സ്റ്റോൺ ഹാർട്ടഡ് ആണ്. ഇറ്റ്സ് നോട്ട് സ്റ്റോണി ഹാർട്ടഡ് കേട്ടോ, സ്റ്റോൺ ഹാർട്ടഡ് ആണ് കേട്ടോ. ഷമാസെ അതിന് സ്റ്റോണി എന്ന് പറയും, ഈ സ്റ്റോൺ ഹാർട്ടഡിനെയാണ് നമ്മൾ ഷോർട്ടാക്കി പറഞ്ഞത് സ്റ്റോണി കേട്ടോ. അപ്പൊ അവിടെ സ്റ്റോണി ഹാർട്ടഡ് വേണ്ട, സ്റ്റോണി ബോയ്ഫ്രണ്ട് വാസ് ഡിച്ച്ഡ് unequivocally by girlfriend കൊടുക്കുക കേട്ടോ. വിനീത് ശ്രീനിവാസൻ made a communique about the film release. That's great. അപ്പൊ press release. Okay people, moving on. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സെറ്റിലോട്ട് പോവാണ്. നമ്മുടെ ഡിഗ്രി പ്രിംസിന്റെ ഫൗണ്ടേഷൻ ബാച്ച് ഞാൻ പറഞ്ഞു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ഒക്കെ വരാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബേസ് ഒക്കെ കുറവുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ കസിൻസോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക, വി ഹാവ് എ ക്ലാസ് ഹിയർ. നമ്മൾ ഡിഗ്രി പ്രിംസിന്റെ ഫൗണ്ടേഷൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. നവംബർ 4 തുടങ്ങി. നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ പഠിച്ചു വരാം. 2400 രൂപയ്ക്കുള്ളിൽ നമുക്ക് കോഴ്സ് കിട്ടും. നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോഡ് മറന്നു പോകണ്ട, Y314 Y314 കോഡ് ഉപയോഗിച്ച് ഡിസ്കൗണ്ടോട് കൂടി 15% ഡിസ്കൗണ്ട് കൂടി കോഴ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന VFA ബിഫ്കോ LD ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നവംബർ 2 ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ പഠിച്ചോണം. നിങ്ങൾ GK ഒക്കെ ഓൾറെഡി ഒരുവിധം സെറ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഒന്നുകൂടെ പൊടി എടുക്കണമെങ്കിൽ ലെറ്റ്സ് ഡു ദാറ്റ്. അതുപോലെ ഇംഗ്ലീഷ് മലയാളം ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള പാറ്റേൺ അനുസരിച്ച് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകണം കേട്ടോ. അതിന് 2400 രൂപയാണ് കോഴ്സ് ഫീ. നിങ്ങൾക്ക് കോഡ് അറിയാലോ, അപ്ലൈ ചെയ്താൽ ഈ 2400 രൂപയ്ക്കുള്ളിൽ കിട്ടും വിത്ത് ഡിസ്കൗണ്ട് കേട്ടോ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വേർഡ്, വിയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ അർത്ഥം, വിയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഡീവിയേറ്റ് പെട്ടെന്ന് അതിന്റെ ഡിറക്ഷൻ മാറ്റുക, ചേഞ്ച് ദ ഡിറക്ഷൻ, ചേഞ്ച് ദ കോഴ്സ് ഓഫ് സംതിങ്, അതാണ് വിയർ കേട്ടോ. വിയർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ചേഞ്ച് ദ കോഴ്സ്, ചേഞ്ച് ദ ഡിറക്ഷൻ. അതിന് മറ്റു വർക്കുകളാണ് ചേഞ്ച് ദ ഡിറക്ഷൻ, ഒരു കാര്യത്തിന്റെ ഡിറക്ഷൻ, ഒരു ദിശ മാറ്റുക, ദാറ്റ് ഈസ് വിയർ ചെയ്യുക. അതിന്റെ മീനിങ് ആണ് സ്വേർവ്, കരിയർ മറ്റേ കരിയർ, നമ്മുടെ കരിയറിലെ ഐ വോണ്ട് ടു ലുക്ക് അറ്റ് മൈ കരിയർ റൈറ്റ് നൗ, ഐ വോണ്ട് ടു ബിൽഡ് എ കരിയർ റൈറ്റ് നൗ എന്നൊക്കെ പറഞ്ഞില്ല. ആ കരിയർ ഡൗൺ ആണ്. ഈ കരിയർ ചേഞ്ച് ദ ഡിറക്ഷൻ എന്നർത്ഥത്തില്ല. വീവ്, ഡീവേറ്റ് ചെയ്യുക, ഷിയർ ചെയ്യുക, അതാണ് വീർ എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്തോണെ, ചേഞ്ച് ദ ഡിറക്ഷൻ എന്ന അർത്ഥത്തിൽ. അടുത്ത ടെന്റേറ്റീവ്. എന്നാ ഇപ്പൊ എന്നോട് പ്രവീൺ ചോദിച്ചില്ലേ, എന്നാ മിസ്സേ ഡിഗ്രി പ്രിംസിന്റെ അടുത്ത ഡിഗ്രി മെയിൻസിന്റെ എക്സാം? അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ കൃത്യമായിട്ടൊരു ഡേറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഒരു ടെന്റേറ്റീവ് ഡേറ്റ് ഉണ്ടെന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഏറെക്കുറെ ഉറപ്പിച്ചിട്ടില്ല, ടെന്റേറ്റീവ് ഏറെക്കുറെ പറഞ്ഞൊരു ഡേറ്റ്, ഒരു ഫിക്സ് ചെയ്തേക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ടെന്റേറ്റീവ് ഡേറ്റ് ഇതാണ്. ഇപ്പൊ ടെന്റേറ്റീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രൊവിഷണൽ ആണ്, താൽക്കാലികമായിട്ടാണ് അല്ലെ. ഇന്ററിം, ടെന്റേറ്റീവ് അല്ലെങ്കിൽ പ്രൊവിഷണൽ അല്ലെങ്കിൽ ഇന്ററിം. അൺകൺഫേംഡ്, കൺഫേം ചെയ്തിട്ടില്ല. അൺസെറ്റിൽഡ്, സെറ്റിൽ ചെയ്തിട്ടില്ല, ഉറപ്പിച്ചിട്ടില്ല, അതിനെ നമുക്ക് വിളിക്കാം ടെന്റേറ്റീവ്. അടുത്തത് സബ്സ്റ്റാന്റീവ്. സബ്സ്റ്റാന്റീവ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ഉള്ളത്, അത് കാര്യഗൗരവം ഉണ്ട്. വാട്ട് ഹി സെസ് ഇസ് സബ്സ്റ്റാന്റീവ്. അവൻ പറയുന്നതൊക്കെ കാര്യമുള്ള കാര്യം കേട്ടോ. ചിലര് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, ഒരു കഥയില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയും അവൻ. എന്നാൽ ചിലര് പറയുമ്പോൾ നമ്മൾ പറയും, ഓ അവൻ പറയുന്നത് കാര്യമുണ്ട്. ദാറ്റ് മീൻസ് വി നോ, അവിടെ പറയുമ്പോൾ എസൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഇസ് സബ്സ്റ്റാന്റീവ്, സബ്സ്റ്റൻസ് ഉള്ളത് അല്ലെ. സംതിങ് വിത്ത് സബ്സ്റ്റൻസിനാണ് സബ്സ്റ്റാന്റീവ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇമ്പോർട്ടന്റ്, സീരിയസ്, കൺസിഡറബിൾ, കൺസിഡർ ചെയ്യേണ്ടവയാണ്. കൺസിഡറബിൾ, സീരിയസ്, ഇമ്പോർട്ടന്റ് എന്നൊക്കെ പറയുന്നതാണ് സബ്സ്റ്റാന്റീവ്. ഓർത്തോണേ, സബ്സ്റ്റാന്റീവ് ഓർത്തോളാം. അടുത്തത് വേറി. വേറെ എന്ന് പറയുന്ന അതിപ്പോ സിലബസ് ഏറെക്കുറെ സിമിലർ തന്നെയാണ്, പക്ഷെ അതിന്റെ ബ്രോഡർ ആയിട്ട് പഠിക്കണം. മെയിൻസ് ആകുമ്പോൾ ബ്രോഡർ പെർസ്പെക്റ്റീവിൽ പഠിക്കണം, അതാണ് വ്യത്യാസം. ഓക്കെ, സോ വേർബ് അഡ്ജക്റ്റീവ് ആയിട്ടും വേറെ ഉപയോഗിക്കാം കേട്ടോ. വേറെയുടെ അർത്ഥം ഒന്നും തന്നെ, പക്ഷെ വേർബ് ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. ടയർ ചെയ്യുക, എക്സ്പോസ്റ്റ് ആവുക, അല്ലെ ഫറ്റീഗ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ വേറി അത് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഐ എം ടയർഡ്, ഐ എം വേറി അല്ലെ. ദ വേറി ഡെസേർട്സ് എന്ന് കേട്ടില്ലേ, ടയർഡ്, ഡ്രൗസി അല്ലെങ്കിൽ എക്സോസ്റ്റഡ് എന്നൊക്കെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ വരുന്ന വേറി. വേർബായിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് വേറി. ഓർത്തോ കാര്യം, നിങ്ങൾ എന്താ വെച്ചാൽ വേർബായിട്ട് വരുവാണെങ്കിൽ വേറിക്ക് V2 V3 വേറീഡ് വരും, വൈ കെട്ടിയപ്പെട്ട് IED വരും. അതാ ഞാൻ പറഞ്ഞത്, വേർബായിട്ട് ഉപയോഗിക്കാം, അഡ്ജക്റ്റീവ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ്. അപ്പോൾ വേറീഡ് എന്ന് പറയുന്നതിന് പകരം വേറെ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് തന്നെയാണ്, അതാണ് വ്യത്യാസം. അടുത്ത റെസ്പൈറ്റ്, കേട്ട് പരിചയം ഉണ്ടായിരിക്കും. റെസ്പൈറ്റ് മീൻസ് ജസ്റ്റ് ബ്രേക്ക് അല്ലെ. ലെറ്റ്സ് ടേക്ക് എ റെസ്പൈറ്റ്.
Let's take a 5-minute respite. Break. Rest ചെയ്യാം. Rest. Break. Interval. Recess. Pause. ഇതൊക്കെയാണ് respite എന്ന വാക്കിന്റെ അർത്ഥം. Break കേട്ടോ. Break. Okay. Hope it is clear. അതെ, ephemeral spelling അതാണ്. Yes. Okay. All right. Your words are stony. Don't be fractious. That's great. എന്താ അല്ലേ, കല്ല് പോലെ പറയില്ല, അല്ലെ വളരെ അൺഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കില്ല എന്നൊക്കെ നമ്മൾ ചിലരോട് പറയില്ലേ, അത്. മൂവിങ് ഓൺ നോക്കട്ടെ. The fractious behavior towards wild animals are perilous to us. Yes, dangerous. Communicate regarding examination will be released soon. Yes. JAIIB did communicate about the members' solo album. Yes. Communicate released to marriage of celebrity. Released അല്ല, communicate released to marriage of, released to marriage, no അല്ല, related to marriage, sorry Pravi. Yes, communicate related to marriage of celebrity disappointed so many fans. അല്ലേ, അത് ഉള്ളതാ അല്ലേ. His fractious demeanor took over the joy of the birthday celebration. That's good. He had a fractious demeanor. Her stony and fractious demeanor of handling criticism led to peril. Great. I veered the topic when I saw him. All right. I just changed the topic. Peril is a common thing. Sometimes it can be avoided. Of course we can. Having a job is highly substantive in everyone's life. അവിടെ വീണ്ടും ഇന്നാളെ ഞാൻ വൺസ് ആദിത്യയോടാണ് പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല. വൺ എന്ന് പറയുന്നത് രണ്ട് വൺ ഉണ്ട്. ഒന്ന് വൺ, ഈ വണ്ണിന്റെ അപ്പസ്ട്രോഫേസ് വൺസ്, ഇത് പോസസീവ് വൺസ് ആണ്. ഇത് ഈ വണ്ണിന്റെ പോസസീവ്, ഈ വൺസും ഉണ്ട്, ഈ വൺസ് അപ്പസ്ട്രോഫ് ഇല്ലാത്ത വൺസ് ഉണ്ട്. ഈ പ്ലൂറൽ വണ്ണിന്റെ പ്ലൂറൽ വൺസ് അല്ലെ, there are ones, there are some, there are ones in your life അല്ലെ എന്ന് പറയുന്നുണ്ട്. ഈ വൺസോ, എന്നാ ഈ വൺസിന്റെ അർത്ഥം എന്താ, ലൈക്ക് ഈ വൺസ്, ONES വൺസ്, വൺസ് upon a time, ഒരിക്കൽ കേട്ടോ. ആ വൺസ് അല്ലല്ലോ അപ്പൊ വേണ്ടത്. അപ്പൊ ആദ്യത്തെ നമുക്ക് വേണ്ട വൺസ് ഏതാ, രണ്ടാമത്തെ വൺസ് കേട്ടോ. വൺസ്, എവരി വൺസ് ലൈഫ്. So be focused, don't veer from studies. He veered his path and journey. Sita, good morning. He veered his thoughts by her new way, by her very voice. All right. Nuclear weapons are perilous, not only the humans. Perilous too. വേണ്ടേ, സോനൽ അവിടുത്തെ എന്താണ് ഫിക്സഡ് പ്രൊപ്പോസിഷൻ വേണമല്ലോ. ന്യൂക്ലിയർ വെപ്പൺസ് ആർ പെരിലസ് നോട്ട് ഓൺലി ടു ഹ്യൂമൻസ് ബട്ട് ഓൾസോ ടു ദി എൻ്റയർ വേൾഡ് കേട്ടോ. Deceleration of tentative examination date is inevitable for KTU. Yes, I'm varied with the work. Okay, I'm varied ഉം പറയാം, I'm worried ഉം പറയാം. I mean worried അല്ല, I mean I'm wary with work എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആട്ടോ. I need some respite. Wait, don't stop your journey being wary of responsibilities. Instead, take a respite and resume. Yes, of course, take a break. I can take a respite now. All right, I'm wary of my husband's protracted whining habit. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഹസ്ബൻഡ് അടുത്തുണ്ടോ? He needed a respite from the job and so he went for a trip. That's great. Wearing life from one direction to another, it is a laborious task. അവിടെ it is വേണ്ടല്ലോ, is a laborious task. ഒരു സെന്റൻസ് അല്ലേ പ്രവിയത്, അവിടെ it വീണ്ടും കൊടുക്കേണ്ട കാര്യമില്ല. Wearing life from one direction to another is a laborious task കേട്ടോ. ട്രാഫിക് പോലീസ് wears all, പോലീസ് അല്ലേടാ, പ്ലൂറൽ അല്ലേ വേണ്ടേ, അനുപേ പ്ലൂറൽ ആണ്. wears അല്ല, wear all vehicle from main road. പോലീസ് മാൻ ആണെങ്കിൽ ഓക്കെ ആയിരുന്നേ. മെയിൻ റോഡ് to other ways due to the arrival of PM. Okay, അതിൽ വേർബ് മാത്രം ശ്രദ്ധിക്കുക. സബ്ജക്ട് പ്ലൂറൽ ആണ്, അതുകൊണ്ട് പ്ലൂറൽ വേർബ് കൊടുത്തോണേ, അല്ലെങ്കിൽ പോലീസ് മാൻ എന്ന് കൊടുക്കണമായിരുന്നു. The act of delegation of authority were to profit from prevailing losses. All right, this World Cup is substantive for many players in the career. Hope it can bring good memories for them. Great. Substantive evidence is an inevitable part of a case while the trial is going on in the court. Great. All right. അപ്പോൾ this was the last slide. അപ്പോൾ വൊക്കാബുലറി കഴിഞ്ഞ് നമുക്ക് നേരെ പോകാം നമ്മുടെ ആർട്ടിക്കിളിലോട്ട്. അപ്പോൾ പീപ്പിൾ ലിസൺ കെയർഫുള്ളി, നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകാം. ഇറ്റ്സ് ഓൾ അബൌട്ട് ഇന്ത്യ ആൻഡ് ഇന്ത്യയുടെ ചാലഞ്ചസ് ആൻഡ് ദ പോസിബിലിറ്റീസ്. നമുക്ക് അതിനോട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇടുക, ലൈവിലുള്ള എല്ലാവരും മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇടുക. അതുപോലെ തന്നെ വൊക്കാബുലറി മനസ്സിലായെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു ലൈക്ക് ഇട്ടേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് കേട്ടോ. All right, it was a substantive conversation. Great. She gave a substantive advice to veer from pessimists. Great. After completing the athletic meet, the participants gets varied. Okay, vary എന്ന് പറഞ്ഞാൽ correct ആട്ടോ. The coach advised them to take respite. All right. Great. Moving on, the article. Welcome pragmatism. അപ്പോൾ നോക്കാം, നമ്മുടെ പ്രാഗ്മാറ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അപ്രോച്ചിനെ വെൽക്കം ചെയ്യാം അല്ലെ. പ്രാക്ടിക്കൽ അപ്രോച്ചിനെ വെൽക്കം ചെയ്യാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യു ഹാവ് ടു ബി സബ്സ്റ്റാൻഷ്യൽ അറ്റ്ലീസ്റ്റ് ഇൻ ദീസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. ഇൻ ദീസ് കൈൻഡ് അല്ല, ഇൻ ദീസ് കൈൻഡ്സ് ഓഫ് സിറ്റുവേഷൻ.
kinds of situations കേട്ടോ ഓർത്തോണം. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് പ്രാഗ്മാറ്റിസം. ലെറ്റ്സ് സീ. India during its presidency of G20, G20 presidency leadership ഏറ്റെടുക്കുന്ന ഇന്ത്യയാണ്. Need to bring all nations in line with its vision. അപ്പോൾ ഇന്ത്യയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളെയും, അതിൽ ചൈനയും പാകിസ്ഥാനും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്, ഈ രാജ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂടുക ഇൻ ലൈൻ വിത്ത് ഇറ്റ്സ് വിഷൻ. അതാണ് ഇന്ത്യക്ക് മുമ്പിലുള്ള വലിയൊരു ഒരു ഘടകം, ഇന്ത്യയുടെ മുമ്പിലുള്ള വലിയൊരു എന്താ പറയുക ടാസ്ക് എന്ന് പറയുന്നതാണ്. ഇറ്റ്സ് ലൈക്ക് എ ഹെർക്യൂലിയൻ ടാസ്ക് ആക്ച്വലി. ടേക്കിംഗ് എ റെസ്പൈറ്റ് ഇസ് വെരി ഇഫക്റ്റീവ് വെൻ വി ആർ ഇൻ എ വാരിങ് സിറ്റുവേഷൻ. ഓൾ റൈറ്റ്, ക്യാരിങ് എ സ്മോൾ വെയിറ്റ് ഇസ് എ ഹെർക്യൂലിയൻ ടാസ്ക് ആഫ്റ്റർ വാരിഡ്. ഡബിൾ ആർ ഇല്ല കേട്ടോ, ഒരു ആറേ ഉള്ളേ വിനു, ഡബിൾ ആർ ഇല്ല കേട്ടോ, ഓർത്തോ. അപ്പൊ പോവാം. With the handover of the gavel from Indonesian President Joko Widodo, Prime Minister Narendra Modi took over leadership of the G20 process on Wednesday, which will position India at the helm of coming consensus among the most advanced economies over the next year. India's presidency, which begins on December 1st, comes at a time when the world faces economic hardships and global recessionary trends. In addition, the political polarization between the US and the European Union and Russia, all G20 members will make every meeting that. അപ്പോൾ ഇന്ത്യയുടെ മുമ്പിലുള്ള ചാലഞ്ച് എന്താണെന്ന് ആലോചിച്ച് നോക്കണേ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയ ജോക്കോ വിഡോഡോ ഇങ്ങേര് ഈ പറയുന്ന പവർ ഹാൻഡ് ഓവർ ചെയ്ത് നമ്മുടെ മോദിജിക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മോദിജിയുടെ കയ്യിലാണ് പന്ത്. ബോൾ ഈസ് ഇൻ ഹിസ് കോർട്ട്. അങ്ങനെയാണ് ഇപ്പൊ പ്രസിഡന്റ്. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ ലീഡർഷിപ്പിലാണ്. അപ്പൊ മോദിജിയാണ് ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പന്ത് മോദിജിയുടെ കോർട്ടിലാണ്. അപ്പൊ മോദിജി തീരുമാനിക്കും, അല്ലെങ്കിൽ ഇന്ത്യ തീരുമാനിക്കും വാട്ട് ടു ഡു വിത്ത് ദി G20 മീറ്റിംഗിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ വെൻസ്ഡേ ആണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടിയ സാധനം. എന്നിട്ട് ഈ പൊസിഷനിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ഒരു പ്രശ്നം, നമ്മുടെ ഒരു ഈ ലീഡർഷിപ്പിൽ ഇരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ഇക്കോണമീസ് അടുത്ത വർഷത്തിൽ ഓവർ ദ നെക്സ്റ്റ് ഇയറിലുള്ള അടുത്ത ഇക്കോണമീസിനെ എല്ലാത്തിനെയും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു അഗ്രിമെന്റിൽ ഹാർമണിയിൽ കൊണ്ടുചേരുക അല്ലെ. ചില്ലറ പരിപാടിയാണോ? വീട്ടില് നമ്മൾ പറയില്ലേ, വീട്ടിലെ എല്ലാ മെമ്പേഴ്സിനും കൂടെ ഒരുമിച്ച് കൂട്ടിയിരുത്തി വർത്താനം സമാധാന രമ്യതയിൽപ്പെടുക, നെഗോസിയേഷനിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ വലിയ ടാസ്കാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കേ, ലോകരാഷ്ട്രങ്ങളെ മൊത്തത്തിൽ ഒരുമിച്ച് കൂട്ടി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് ചാലഞ്ച് ഇൻ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ ഡിസംബർ 1 ഇന്ത്യയുടെ ഈ പറയുന്ന ലീഡർഷിപ്പ് അങ്ങ് എന്ത് ചെയ്യാൻ പോകുന്നത് കേട്ടോ, തുടക്കം അല്ലെ, ഇറ്റ് ഇസ് ഗോൺ സ്റ്റാർട്ട് ആണ്. പിന്നെ ഇത് നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, ഇപ്പൊ ഇന്ത്യക്ക് കിട്ടിയ ഒരു പണി എന്ന് പറയുന്നത് വലിയ ആലോചിച്ച് നോക്കുക. ഇറ്റ് കംസ് ഇൻ എ സിറ്റുവേഷൻ, എപ്പോഴാ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ക്രൂഷ്യൽ ടൈമാണ്. ഇപ്പോ നമ്മുടെ രാജ്യം മൊത്തത്തിൽ, രാജ്യമല്ല ഗ്ലോബൽ വേൾഡ് മൊത്തത്തിൽ ഇക്കണോമിക് ഹാർഡ്ഷിപ്സും ഗ്ലോബൽ റിസഷൻ നടന്നുകൊണ്ടിരിക്കും അല്ലെ. നമ്മൾ ഒരുപാട് എടുത്ത് പല കമ്പനീസും എസ്പെഷ്യലി മെറ്റ കമ്പനിയൊക്കെ പിരിച്ചുവിടുന്നതിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. ബിക്കോസ് ഓഫ് റിസഷൻ, വേറെ ഒന്നുമല്ല, റിസഷൻ കാരണമാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്ത്യക്ക് ഈ പറയുന്ന പന്ത് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ആൻഡ് വേറൊരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊന്നും കൂടാതെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊളാരിറ്റിയും കൂടെ ഉണ്ട്. യുഎസും യൂറോപ്യൻ യൂണിയനും ഒരു ഭാഗത്തും റഷ്യ വേറൊരു ഭാഗത്തും ഉണ്ട്. ഇവരെല്ലാം G20 മെമ്പേഴ്സ് ആണ്. അപ്പൊ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് ആണ്. ബിക്കോസ് എല്ലാ മീറ്റിംഗും ഇന്ത്യ വിൽ ഹോസ്റ്റ് ഫ്രോട്ട് വിത്ത് ടെൻഷൻസ്. ഉറപ്പാണ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ മീറ്റിംഗിലും ഇന്ത്യ വിൽ ബി ഫിൽഡ് വിത്ത് മീറ്റിംഗ്സ് വിൽ ബി ഫിൽഡ് വിത്ത് ടെൻഷൻസ്. ഉറപ്പായിട്ടും ഇന്ത്യക്ക് എളുപ്പത്തിലൊന്നും ഈ പരിപാടി തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. So, but the G20 summit in Bali provided some positive signals. Despite fears that G20 members would fail to produce a joint statement, Sherpas of each delegation persevered to reach a 17-page consensus document. Expectedly, there was a struggle over the paragraphs of the Russia-Ukraine conflict. India's role in preparing some of the language during the negotiations has been highlighted, and Mr. Modi's face at the SCO summit in September that this is not an era of war was included in the final statement. The majority of the G20 leadership was not in favor of equivocating on the conflict as India and a few other. അപ്പോൾ ശരിക്കും പറഞ്ഞാല് കഴിഞ്ഞ ബാലിയിലെ മീറ്റിംഗ്, നമ്മൾ കഴിഞ്ഞ ദിവസം ബാലിയിലെ മീറ്റിങ്ങിനെ പറ്റി പറഞ്ഞായിരുന്നു. ബാലിയിലെ മീറ്റിംഗിൽ കുറച്ച് പോസിറ്റീവ് സിഗ്നൽസ് ഒക്കെ ഉണ്ട്. എല്ലാവരും അത്യാവശ്യം ഒരു സന്തോഷത്തിലൊക്കെയാണ്. എല്ലാവരും എന്താ പറയാ, എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് സിഗ്നൽസ് ഒക്കെ നമുക്ക് കിട്ടിയായിരുന്നു. എന്നാൽ പോലും ഒരുപാട് പേടിയും വെപ്രാളം നമുക്ക് ഇതുണ്ട്, എന്താകും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം എല്ലാ കൺട്രീസും കൂടി ചേർന്നൊരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊണ്ടു തന്നു. അങ്ങനെ ഷെർപ്പാസ് എന്ന് പറഞ്ഞാൽ ഈ നോർത്ത് ഈ പറയുന്ന ഏഷ്യൻ നേപ്പാൾ ആ ഭാഗത്തിലുള്ള ആൾക്കാരുടെ എല്ലാത്തിനും ഹെഡ്, അവരെല്ലാം കൂടി കൂടി ചേർന്ന് അവരെ ഹെഡ്സിനാണ് ഷെർപ്പാസ് എന്ന് വിളിക്കുക. അപ്പൊ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു അസോസിയേഷൻ രൂപീകരിച്ചു, ഡെലിഗേഷൻ ഉപയോഗിച്ചു. അവിടെ ഒരു 17
ഇന്തോനേഷ്യൻ ഇതല്ലേ. അപ്പൊ 17 പേജിന്റെ ഒരു കൺസെൻസസ് ഡോക്യുമെന്റ് അവർ പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അപ്പൊ അതില് പറയുന്ന പാരഗ്രാഫിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റിനെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അതില് അവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് ഈ പറയുന്നതിനെ ഒന്ന് മോഡറേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഈ കോൺഫ്ലിക്റ്റിനെ പറ്റി പറയുമ്പോഴേ ലാംഗ്വേജ് കുറച്ചുകൂടി മോഡറേറ്റ് ചെയ്തിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ നെഗോസിയേഷൻ സമയത്ത് അതിനെ ഇച്ചിരി മോഡറേറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യാനാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോദിജി അന്ന് ആ SCO സബ്മിറ്റിൽ വെച്ച് സെപ്റ്റംബറിൽ SCO സബ്മിറ്റ് വെച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? ദിസ് ഇസ് നോട്ട് എറ ഓഫ് വോർ, ഇറ്റ്സ് നോട്ട് എ എറ ഓഫ് വോർ. ഈ വോറിന്റെ ഒരു എറ അല്ല ഇത് എന്ന് അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഓർമ്മയുണ്ടോ? ഈ ഡയലോഗ് ഇവർ ഈ പറഞ്ഞ 17 പേജ് കൺസെൻസസിൽ ഇൻക്ലൂഡ് ചെയ്ത് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വെക്കും കൂടി ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. G20 ലീഡർഷിപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് എല്ലാ രാജ്യങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ആർ നോട്ട് ഇൻ ഫേവർ ഓഫ് ഇക്വിവോക്കേറ്റിംഗ്. ഇൻഡയറക്റ്റ് വളഞ്ഞ വഴിയിൽ മൂക്ക് പിടിക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് പറയുക, ബിക്കോസ് നമുക്കറിയാം നമുക്ക് എന്താ പറയാ കൃത്യമായിട്ട് പകൽ പോലെ എവിഡന്റ് ആയിട്ടുള്ള കാര്യമാണ് റഷ്യ ഉക്രൈൻ വാർ. അതിനെപ്പറ്റി സട്ടിലായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് ദെയർ, അതുള്ളൊരു കാര്യമാണ്, അതിനെപ്പറ്റി പറയാം. ആൻഡ് ദ ഫ്യൂ അതർ കൺട്രീസ് ഹാവ് ബീൻ ഡൂയിങ്, അവരെല്ലാവരും അങ്ങനെ തന്നെയാണ്. And the joint communique or press releases said that most members strongly condemn the war in Ukraine. പലരും പറയുന്നതെന്ന് വെച്ചാൽ most countries ഈ ഒരു കമ്മ്യൂണിറ്റി പ്രസ് റിലീസ് ഇറങ്ങിയപ്പോൾ എല്ലാവരും ഒരു ഇത് കറക്റ്റ് ആയിട്ട് അവർ പുറത്തോട്ട് വന്നു. ഈ വാറിന് ആർക്കും താല്പര്യമില്ല, കൂടുതൽ ആൾക്കാരും വാറിനെ കണ്ടം ചെയ്യാണ് എന്നുള്ളത് ഈ പ്രസ് റിലീസിലൂടെ അറിയപ്പെട്ടു, പുറത്തോട്ട് വന്നു. It was a positive sign that while Russia protested the statement, its foreign minister Sergei Lavrov was president, and President Putin's absence actually contributed to a more manageable summit for Indonesia. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റിനോട് റഷ്യക്ക് താല്പര്യമില്ല, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് കാര്യം വാറിനോട് എതിരെന്നൊക്കെ പറയുന്ന വരുമ്പോൾ. അപ്പോൾ അവിടുത്തെ ഫോറിൻ മിനിസ്റ്ററായ സെർഗെ ലാവ്റോവും അതുപോലെ തന്നെ പ്രസിഡന്റ് പുടിന്റെ ആബ്സെൻസ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുറച്ചൊരു മാനേജ് ചെയ്യാൻ പറ്റി. നമുക്ക് ഇന്തോനേഷ്യയിലുള്ള സബ്മിറ്റ് അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റി ഇന്തോനേഷ്യക്ക്. അത് വല്ലാതെ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ആ ഒരു സബ്മിറ്റിന്റെ സമയത്ത് അവരില്ലായ്മ കൊണ്ട് നടന്നു. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് വരുന്നത് നോക്കാം. The fact that Mr. Modi also extended his hand to Chinese President Xi Jinping during the banquet is in contrast to the stony demeanor at the SCO summit in September and could signal a thaw in talks between them for the first time since lax standoff began in 2020. While Mr. Modi may have to explain the shift domestically, his dash. Okay. അപ്പോൾ പറഞ്ഞു വരുന്നതാണ് ഇനിയിപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മോദിജിയും ഷീ ജിൻപിങ്ങിനും കൂടി ചേർന്നിട്ട് ഒരു ചർച്ചയിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സ്റ്റെൻഡ് ഹാൻഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു കൈ ഷെയ്ക്ക് ഹാൻഡ്സ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് വലിയൊരു കാര്യമാണ് അല്ലെ. കാര്യം വല്ലാത്തൊരു അൺഫ്രണ്ട്ലി ബിഹേവിയറിലായിരുന്നു SCO സബ്മിറ്റ് സമയത്തെ. ആ സമയത്ത് കാര്യം വെച്ചാല് ഇവര് ലാക്ക് സ്റ്റാൻഡ് ഓഫ് 2020 നടന്നതിന് മുതൽ ഇവർ തമ്മിൽ സംസാരവും രണ്ട് കൺട്രീസ് തമ്മിൽ ചകട പോട്ടിയാണ്. അത് കഴിഞ്ഞപ്പോൾ മിക്കവാറും ആ ഒരു വഴക്ക് മെൽറ്റ് ചെയ്യാനുള്ള സമയം ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയാണ്. നല്ല രീതിയിലല്ല, മേ ബി പയ്യെ ഗ്രാജുവലി അതിന് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനൊരു ഷിഫ്റ്റ് ഡൊമസ്റ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച്. കാരണം ഇന്ത്യയും ചൈനയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ലോകരാജ്യങ്ങളുണ്ട്. സോ that decision to speak to Chinese president also reflects the practical reality that India, as a host of G20 and the SCO in 2023, will need to ensure the full participation of those groupings that include rivals such as China and Pakistan. More such pragmatism will be necessary for India in its year of G20 presidency, with about 200 meetings planned. To achieve this, New Delhi will have to bring on board all countries with its vision for the forum's future, steering the world's economic leadership through its difficult phase and preparing for future perils including climate change, global warming, and food and energy shortages, terrorism and conflict, bridging the digital divide. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ മുമ്പിൽ വലിയ ചാലഞ്ചാണ് വരുന്നത്. കാര്യം ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ ഇന്ത്യയാണ് G20 സബ്മിറ്റിൽ ഈ 2022 അത് നടത്തേണ്ടത്. അതുപോലെ 2023 SCO സബ്മിറ്റ് നടത്തേണ്ടതും ഇന്ത്യ തന്നെയാണ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രസക്തിയാണ്. ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ട് ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ എന്ത് പറഞ്ഞാലും നമ്മുടെ റൈവൽ കൺട്രീസ് ആയ ചൈനയോടും പാകിസ്ഥാനോടും ഒരുപാട് സംസാരിക്കേണ്ടി വരും. ഇനി ഒരുപാട് ഇങ്ങനത്തെയുള്ള ഗ്രൂപ്പിംഗ്സ് ലോകരാജ്യങ്ങളോട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതൊരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ്, വളരെ പ്രാക്ടിക്കൽ ആയിട്ട് സെൻസിബിൾ ആയിട്ട് അപ്രോച്ചാണ്. അതിനെ മുന്നോട്ട് കൊണ്ട് നോക്കുക. ഇറ്റ്സ് നെസസറി, ഇന്ത്യക്ക് അത് വളരെ നെസസറി ആണ് താനും. അപ്പൊ ഏറെക്കുറെ 200 മീറ്റിങ്ങോളാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഇന്ത്യ. ഈ 2 വർഷങ്ങളിലായിട്ട് ഇന്ത്യ 200 മീറ്റിംഗ് ആണ് ഈ കൺട്രീസ് ഒക്കെ തമ്മിൽ വെച്ചേക്കുന്നത്. അപ്പൊ ന്യൂഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ചില്ലറ ടാസ്ക് അല്ല, നല്ല വലിയ ടാസ്ക് തന്നെയാണ്. കാര്യം ഒരുപാട് കൺട്രീസിനെ കൂടെ കൂട്ടേണ്ടി വരും, ടീമിലോട്ട് കൊണ്ടുവരേണ്ടി വരും.
കാര്യം ഇതൊരു വലിയ ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമല്ല, ഇറ്റ്സ് ഫോർ ദ ഗ്ലോബൽ ഗുഡ്. അപ്പൊ ഈ ഒരു ഫോറം, ഈ ഒരു മീറ്റിംഗ് ഫോറം അറിയാലോ, മീറ്റിംഗ്. അപ്പൊ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഫ്യൂച്ചറിൽ നടത്തുമ്പോൾ വേൾഡിലെ എക്കണോമിക് ലീഡർഷിപ്പ് എല്ലാം വരുന്നു. ഇത് റിയലി ഡിഫിക്കൽട്ട് ഫേസ് തന്നെയാണ്. പക്ഷെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പെറിൽസ്, ഡേഞ്ചേഴ്സിനെല്ലാം ഒരുമിച്ച് നമ്മൾ ടാക്കിൾ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ഒരു മീറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഇസ് എസെൻഷ്യൽ അല്ലെ, ഇറ്റ്സ് ഇൻഎവിറ്റബിൾ. ലൈക്ക് ഏതൊക്കെയാണ് ചാലഞ്ചസ് നമ്മുടെ മുമ്പിലുള്ള? ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്, ഫുഡ് ആൻഡ് എനർജി ഷോർട്ടേജ് അല്ലെ, ഫുഡ് ആൻഡ് എനർജി ഷോർട്ടേജ് വലിയൊരു പ്രശ്നമാണ് നമുക്ക്. ടെററിസം, തീവ്രവാദം അല്ലെ, ആതങ്ക്വാദ് അല്ലെ, പിന്നെ ടെററിസം ആൻഡ് കോൺഫ്ലിക്ട് അല്ലെ, ടെററിസം ആൻഡ് കോൺഫ്ലിക്ട് വലിയ പ്രശ്നമാണ്. പിന്നെ ബ്രിഡ്ജിങ് ദ ഡിജിറ്റൽ ഡിവൈഡ്, നമുക്ക് ഡിജിറ്റൽ ഡിവൈഡും വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ ഡിജിറ്റൽ ഡിവൈഡിനെ ബ്രിഡ്ജ് ചെയ്യുന്നത്, അതുപോലെ ടെററിസം ആൻഡ് കോൺഫ്ലിക്ട്, അതുപോലെ എനർജി ആൻഡ് ഫുഡ് ഷോർട്ടേജസ്, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ള വലിയ പ്രതിസന്ധി ആയ സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ മുന്നോട്ട് നോക്കി ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചിൽ ഇന്ത്യക്ക് പോകാൻ പറ്റുള്ളൂ. പ്യൂർലി അനലിറ്റിക്കൽ ആയ ആർട്ടിക്കിളാണ്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. അപ്പോൾ G20 സബ്മിറ്റ് ഓർത്തോണെ, CA ആണ്, ജനറൽ അവയർനെസ് ആണ്. G20 സബ്മിറ്റ് നടത്തുന്നു 2022 G20 സബ്മിറ്റും, അതുപോലെ തന്നെ 2023 SCO സബ്മിറ്റും ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ്. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അതിന് ഇന്ത്യ എടുക്കേണ്ട, ഇന്ത്യയുടെ മുമ്പിലുള്ള പോസിബിലിറ്റീസ്, വാട്ട് ആർ ദ ചാലഞ്ചസ്, ആൻഡ് ഇന്ത്യ ഏതൊക്കെ നമ്മൾക്ക് വരുന്ന ഫ്യൂച്ചർ ഗ്ലോബലി ഫ്യൂച്ചർ പെറിൽസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിലാണ് നമുക്ക് പറയുന്നത്, ഓൾറെഡി നമുക്ക് പ്രശ്നപ്പെട്ടിരിക്കുകയാണ് ഈ കൺട്രീസുമായിട്ട് തമ്മിലുള്ള ഒരു ചർച്ച. ഒന്ന് യൂറോപ്യൻ യൂണിയനും അമേരിക്ക വേറൊരു പക്ഷത്തും റഷ്യ വേറൊരു പക്ഷത്തുമാണ്. അതിന്റെ കൂടെ മറ്റു കൺട്രീസിലൊക്കെ റിസഷന്റെ പീരീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം എഴുതിയിൽ എണ്ണയൊഴിക്കൽ പ്രശ്നങ്ങളാണ്. അതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള ചാലഞ്ചസ് എന്ന് പറയും. ഓക്കെ ആണല്ലോ? യെസ് പീപ്പിൾ, എങ്കിൽ നമുക്ക് പോകാം our question. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡൊണാൾഡ് ട്രംപ് ഡസ് നോട്ട് അപ്പിയർ ടു ബി സോ സ്ട്രോങ് ആസ് ഹി വാസ് ആൻഡ് ജോ ബൈഡൻ ഇസ് നോ ലോങ്ങർ വീക്ക്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ഇവിടുത്തെ എറർ? വേഗം പറഞ്ഞേ, പെട്ടെന്ന് പറയണേ. I'll give you 1 minute, കൂടുതൽ തരില്ല. 1 minute ഉള്ളൂ. 1 minute ഒന്നുമില്ല, 30 seconds ഉള്ളൂ. വേഗം പറയണേ, ആൻസർ പറഞ്ഞേ. ആശങ്ക വറി ആണല്ലോ. വറി, അപ്സെറ്റ് ഒക്കെ പറയാം. ആശങ്ക അല്ലെ, അതാണ് ആശങ്ക, വറി. ആ 30 minutes ഓവർ ആയേ. 30 minutes അല്ല, 30 seconds ഓവർ ആയി. 30 seconds ഓവർ. എന്താ ആൻസർ? ആൻസർ എന്താ പറയാത്തെ? ഡൊണാൾഡ് ട്രംപ് ഡസ് നോട്ട് അപ്പിയർ ടു ബി സോ സ്ട്രോങ് ആസ്. ഞാൻ പറഞ്ഞു ഒരിക്കലും പറയരുത് ആസ് സ്ട്രോങ് ആസ്. പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസണിൽ വരുന്നല്ലേ ആസ്, പോസിറ്റീവ് ഡിഗ്രി ഓഫ് അഡ്ജക്റ്റീവ് ആസ് അല്ലെ. ആസിന്റെ കൂടെ പോസിറ്റീവ് ഡിഗ്രി ഓഫ് അഡ്ജക്റ്റീവ്, അതിനുശേഷം വീണ്ടും ആസ് സ്ട്രോങ് ആസ് സംതിങ് അല്ലെ. ആസ് സ്ട്രോങ് ആസ് ഹി വാസ്. ഡൊണാൾഡ് ട്രംപ് ഡസ് നോട്ട് അപ്പിയർ ടു ബി ആസ് സ്ട്രോങ് ആസ് ഹി വാസ്. അന്ന് ഉണ്ടായിരുന്നത്രോ. ബട്ടല്ല, നോട്ട് ബട്ട് അല്ല, ബട്ട് ജോ അല്ലേ, അല്ല പുള്ളിയോ അല്ല, രണ്ടും അല്ലെന്നല്ല പറയുന്നേ. ദാറ്റ് മീൻസ് ഡൊണാൾഡ് ട്രംപും അത്ര സ്ട്രോങ് അല്ല, ബൈഡനും അത്ര സ്ട്രോങ് അല്ല, നോ ലോങ്ങർ വീക്ക്, പുള്ളി അത്ര വീക്ക് അല്ല. മനസ്സിലായോ? ബട്ട് അവിടെ വരില്ല. ആൻഡ് അതുപോലെ തന്നെ ജോ ബൈഡനും പണ്ടത്തെ അത്ര, ഡൊണാൾഡ് ട്രംപ് പണ്ടത്തെ അത്ര സ്ട്രോങ് അല്ല, ജോ ബൈഡൻ പണ്ടത്തെ അത്ര വീക്കും അല്ല. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയോ? ക്ലിയർ. മൂവിങ് ഓൺ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, while the resumption in contact is certainly significant, it is however only a first and tentative step towards stabilize and increasingly fraught relationship. ഇതാണ് ക്വസ്റ്റ്യൻ. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണേ. വലിയ വാക്കോ കുറച്ചൊരു വലിയ വേണമെന്നാ. ടെൻഷൻ, അപ്രിഹെൻഷൻ, അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ അപ്രിഹെൻഷന് ഇതും പറയാം. അണ്ടർസ്റ്റാൻഡിംഗ് ഒരു അർത്ഥമുണ്ട്, അപ്രിഹെൻഷന് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. അൺസർട്ടനിറ്റി പറയാം, പല അർത്ഥമുണ്ട്. ഇതൊക്കെ സിനണിമാണ്, ഓർത്തോളം. അപ്പൊ ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്നിട്ട് പോവാം. അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ട്, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. പിന്നെ ഞാൻ പറയാണ്, ഡിഗ്രി പ്രിൻസിന്റെ മാരത്തൺ നടക്കാണ് 10 മണി മുതൽ 8 മണി വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവരും അതിൽ ലൈവിൽ തന്നെ പങ്കെടുക്കാൻ നോക്കാം. ഓക്കെ, തുടക്കം മുതൽ 5 ദിവസത്തിന്റെ ക്ലാസ് ആദ്യം 10 മണിക്ക്, 11 മണിക്ക് നമ്മുടെ സരിത മിസ്സിന്റെ ക്ലാസ്, 12 മണിയാകുമ്പോൾ ഞാൻ വരും. അങ്ങനെ പോകും ഓരോരുത്തരായിട്ട്. പിന്നെ അമൃത മിസ് അങ്ങനെ പോകും. എത്ര പേരുടെ ഓർമ്മയുള്ളൂ, ഓർഡർ ഓർമ്മയുള്ളൂ. അപ്പൊ അങ്ങനെ. അപ്പോൾ നമ്മുടെ 2 ടെലിഗ്രാം ചാനലുണ്ട്, KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ അഡ 24/7 കേരള സെൻട്രൽ എക്സാംസ്. ബി കണക്റ്റഡ് വിത്ത് ദിസ് പീപ്പിൾ. അപ്പോൾ നമുക്ക് നാളെ കാണാം എഡിറ്റോറിയലുമായിട്ട്. പക്ഷെ നമ്മുടെ മാരത്തണിൽ ഞാൻ 12 മണിക്ക് വരെ, നമുക്ക് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ലൈവിലുള്ള എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട.
മറ്റുള്ളവരോട് എത്തിക്കുക. അതുപോലെ തന്നെ കോമന്റ് സെക്ഷനിൽ ആൻസർ പോസ്റ്റ് ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ പങ്കുവെക്കുക ഉറപ്പായിട്ടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാത്തവർ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ പീപ്പിൾ. ബൈ.